Good morning. Good morning, ma'am. Good morning, Miss. Okay, good morning. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു 2 ദിവസമൊക്കെ? നിങ്ങൾ വായിച്ചൊക്കെ നോക്കിയോ? വായിച്ചു നോക്കിയോ 2 ദിവസം? എവിടെയല്ലേ? ഓക്കെ, വായിച്ചു നോക്കി. അപ്പൊ ഡെയിലി വായിച്ചു നോക്കണം കേട്ടോ. ഇങ്ങനത്തെ ചാപ്റ്റർ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അന്നത്തെ ക്ലാസ്സിൽ എടുക്കേണ്ടത് ജസ്റ്റ് ഒന്ന് വായിച്ച് നിങ്ങളുടേതായ രീതിയിൽ മനസ്സിൽ എങ്ങനെയാന്ന് വെച്ചാൽ പഠിച്ചു വെക്കാം കേട്ടോ. പിന്നീട് കുറെ ദിവസങ്ങൾക്ക് ശേഷം വായിച്ചു നോക്കുമ്പോൾ ബുദ്ധിമുട്ടാവരുത്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നാബ് വരെയാണ് പറഞ്ഞത് അല്ലെ. NABH വരെയാണ് നമ്മൾ പറഞ്ഞത്. ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ കണ്ടിരുന്നു. പിന്നെ നമ്മൾ കണ്ടത് അക്രഡിറ്റേഷനെ കുറിച്ച് പഠിച്ചല്ലേ, അംഗീകാരത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറഞ്ഞ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു പബ്ലിക് റെക്കഗ്നേഷനെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. പിന്നെ നമ്മൾക്ക് ആ ഒരു അക്രഡിറ്റേഷൻ മൂലം ഓരോരുത്തർക്കും ഉള്ള ബെനിഫിറ്റ്സ് എന്താണ്, പേഷ്യൻസിനുള്ള ബെനിഫിറ്റ്സ് എന്താണ്, ആ ഒരു ഓർഗനൈസേഷൻ എന്തൊക്കെ ബെനിഫിറ്റ്സുകളാണ് ഉള്ളത്, സ്റ്റാഫുകൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. പിന്നെ പൊതുവായിട്ട് ഈ പറയുന്ന അംഗീകാരം കൊടുക്കുന്ന ചില അക്രഡിറ്റേഷൻ ബോഡീസ്, അപ്പൊ നമ്മൾ NABH അതിനകത്ത് പറഞ്ഞു, NABL പറഞ്ഞു അല്ലെ. പിന്നെ എന്താണ് ACHSL, അതിന്റെ ഫുൾ ഫോം ഒക്കെ പഠിച്ചു വെക്കണം കേട്ടോ. അതുപോലെ തന്നെ JCL, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ, ഇതെല്ലാം തന്നെ എന്താണ് ഈ പറയുന്ന ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ചില ബോഡീസ് ആണ്, ചില ബോർഡുകളാണ് കേട്ടോ. അത് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ നാബ് എന്താന്ന് പറഞ്ഞു. വരില്ലേ നമ്മൾ പറഞ്ഞത് നാബ് എന്താന്ന് പറഞ്ഞു. ഓരോ വർഷം, അതായത് ഓരോ 4 വർഷം കൂടുമ്പോഴും എന്താണ് NABHന്റെ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അത് മാത്രമല്ല അതിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ക്വാളിറ്റി കെയറും പേഷ്യന്റ് സേഫ്റ്റിയുമാണ്. പിന്നെ NABH എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു എന്താ പറയാ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് ബോർഡാണ് കേട്ടോ NABH എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ ശ്രീലക്ഷ്മി, ഗുഡ് മോർണിംഗ്. പിന്നെ പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഏരിയ തന്നെയാണ് കേട്ടോ. ലാബിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പഠിക്കാണ്. അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മനസ്സിലാക്കാനും. ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് നാബ് മെയിൻലി ഡിവൈഡ്സ് ഹോസ്പിറ്റൽസ് ഇൻടു 2 മെയിൻ ഡിവിഷൻസ് കേട്ടോ. അപ്പൊ നാബ് നമ്മൾ എന്താണ് മനസ്സിലാക്കി അല്ലെ, അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ബോർഡാണ് നമ്മുടെ വിത്തിൻ ഇന്ത്യക്കകത്ത് കേട്ടോ. അപ്പോ ഈ പറയുന്ന നാബ് NABH പ്രധാനമായിട്ടും നമ്മുടെ ഹോസ്പിറ്റലിനെ 2 മെയിൻ ഡിവിഷൻസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെയുള്ള ഹോസ്പിറ്റലുകളെ അവർ 2 ആയിട്ട് എന്ത് ചെയ്തേക്കാണ്, ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഏതൊക്കെയാണ് 2 ഡിവിഷൻസ് എന്ന് പറയുന്നത്? ഒന്നാമത്തത് SHCO ആണ് കേട്ടോ. എന്താണ് SHCO എന്ന് പറഞ്ഞാല്? സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആണ്. സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് ലെസ് ദാൻ 50 ബെഡ്സ് കേട്ടോ. അതായത് 50 ബെഡിലും കുറവുള്ള എന്താണ് വളരെ സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, SCHO എന്നാണ് പറയാം. അതാണ് ഒരു ഡിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് HCO. HCO എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് മോർ ദാൻ 50 ബെഡ്സ്. അത് വന്നിട്ട് എന്താണ് 50 ബെഡുകളിലും കൂടുതലുള്ളത്, 50 ബെഡുകളിലും കൂടുതലുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. അങ്ങനെ 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പഠിച്ചു വെക്കണം കേട്ടോ. ലാബ് പ്രധാനമായിട്ടും ഹോസ്പിറ്റലിനെ 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് ലെസ് ദാൻ 50 ബെഡ്സ്. എന്തുകൊണ്ട് സ്മോൾ എന്ന് പറയാൻ കാരണം അവിടെ 50 ബെഡുകളിലും കുറവ് മാത്രമേ ഉള്ളൂ. 50 ബെഡിൽ താഴെയുള്ള സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസും പിന്നെ 50 ബെഡിൽ കൂടുതൽ വരുന്ന ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ HCO, അങ്ങനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ്. ഓക്കെ, ഇനി നോക്കുക. The NAB standards for hospitals is arranged by the technical committee constituted by NAB, NABH. NAB എന്നാണ് ഞാൻ വായിക്കുന്നത്. That has esteemed persons from clinical, nursing and medical administration areas.
എന്താണ് പറയുന്നത്? നമുക്കറിയാം നാബ് ഇത്തരം മാനദണ്ഡങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബോർഡാണ് അല്ലെ. ഈ നാബിന്റെ മാനദണ്ഡങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്, ഫോർമുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഒരു ടെക്നിക്കൽ കമ്മിറ്റിയാണ് കേട്ടോ. ഒരു ടെക്നിക്കൽ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിൽ നിയമിക്കുന്നത് ആര് തന്നെയാണ്? നാബ് തന്നെയാണ്. ഈ ഒരു കമ്മിറ്റിക്കകത്ത് എന്താണ് ഈ പറയുന്ന ക്ലിനിക്കൽ, നഴ്സിംഗ്, മറ്റ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയകളിലുള്ള എസ്റ്റീംഡ് പേഴ്സൺസ്, വളരെ ആദരണീയരായിട്ടുള്ള, പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടെക്നിക്കൽ കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. ആ ഒരു ടെക്നിക്കൽ കമ്മിറ്റിയാണ് നാബിന്റെ സ്റ്റാൻഡേർഡ്സുകൾ എല്ലാം തന്നെ ഉണ്ടാക്കുന്നത്. മനസ്സിലായല്ലോ? NABH standards for hospitals is arranged by the technical committee that is constituted by NAB, that has esteemed persons from clinical, nursing and medical administration. ഈ പറയുന്ന വിഭാഗങ്ങൾ ക്ലിനിക്കൽ, നഴ്സിംഗ്, മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയകളിലുള്ള വളരെ എസ്റ്റീംഡ് ആയിട്ടുള്ള ആളുകൾ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ട്. ആ ഒരു കമ്മിറ്റിയാണ് നാബിന്റെ സ്റ്റാൻഡേർഡുകൾ എല്ലാം തന്നെ ഫോർമുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്ത എന്താണ്? The accreditation standards consider the needs of various laws and regulations and guidelines laid down by the government from time to time. അതായത് ഈ കാലാകാലങ്ങളിൽ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ചില നിയമങ്ങള്, ചട്ടങ്ങള്, മാർഗനിർദ്ദേശങ്ങള്, അതിനെയും കൂടെ പരിഗണിച്ചുള്ള അതിന്റെ ആവശ്യകതകളും കൂടെ പരിഗണിച്ചുകൊണ്ടാണ് നാബ് എന്ത് ചെയ്യുന്നത്? അതിന്റെ മാനദണ്ഡങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്നത്. മനസ്സിലായോ? നാബ് ഒരു എന്താണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ലോകള് അല്ലെ, വരുന്ന നിയമങ്ങള്, ചട്ടങ്ങള്, അതിനനുസരിച്ചും കൂടെ അതും കൂടെ കണക്കിലെടുത്തിട്ട് വേണം നാബ് എന്ത് ചെയ്യാനായിട്ട്, നാബ് അതിന്റെ മാനദണ്ഡങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് തന്നെ പണ്ട് എപ്പോഴെങ്കിലും ഉണ്ടാക്കിയൊരു നിയമമായിരിക്കും, ഇപ്പോഴും നമ്മൾ കണ്ടിന്യൂസ് ചെയ്തു പോരുന്ന നിയമങ്ങളായിരിക്കാം. പക്ഷെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും, കുറെ വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ അതിൽ ചില ഭേദഗതികൾ വരുന്നു അല്ലെ, മാറ്റങ്ങളൊക്കെ വരുന്നു. അപ്പൊ അത്തരത്തിൽ അല്ലെങ്കിൽ പുതിയ കുറെ ലോകൾ നമ്മൾ കൊണ്ടുവരും. ചിലപ്പോൾ പഴയ നിയമങ്ങൾ നമ്മൾ എടുത്തു മാറ്റും. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഈ ഗവൺമെന്റ് കാലാകാലങ്ങളിൽ ഉണ്ടാക്കുന്ന നിയമങ്ങള്, ചട്ടങ്ങള്, മറ്റ് മാർഗനിർദ്ദേശങ്ങള്, അവയും കൂടെ പരിഗണിച്ചിട്ട് അവയുടെ ആവശ്യകതകളും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നാബ് അതിന്റെ മാനദണ്ഡങ്ങൾ എല്ലാം തന്നെ പുറപ്പെടുവിക്കുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, നാബ് എന്ന് പറയുന്നത് ഓരോ 4 വർഷം കൂടുമ്പോഴും അതിന്റെ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുന്നുണ്ട്. ഓൾറെഡി അവര് അപ്ഡേറ്റ് ചെയ്ത് പോകുന്ന ഒരു ബോർഡാണ് അല്ലെ. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യമാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു ഭാഗം വരെയാണ്, അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം കേട്ടോ. നോക്കാം, മെയിൻ നാബ് ഗൈഡ് ബുക്ക് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഹാസ് 10 chapters with 100 standards and 651 objective elements. പഠിച്ചു വെക്കുന്നു കേട്ടോ. നമ്മൾ പറഞ്ഞല്ലോ, നാബ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള ഹോസ്പിറ്റൽസ്, മറ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനൊക്കെ എന്താണ് ഈ പറയുന്ന അംഗീകാരം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് അല്ലെ. അപ്പൊ അവർക്കൊരു ഗൈഡ് ബുക്ക് ഉണ്ട്. ഓക്കെ, ആ ഒരു ഗൈഡ് ബുക്കിൽ എത്ര ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്? 10 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്, 10 അധ്യായങ്ങള്. അതുപോലെ തന്നെ 100 സ്റ്റാൻഡേർഡ്സ് കേട്ടോ, 100 മാനദണ്ഡങ്ങള്. ആ ഓരോ 100 മാനദണ്ഡങ്ങളുടെ കീഴിലായിട്ട് 651 ഒബ്ജക്റ്റീവ് ഇലമെന്റ്സും ഉണ്ട്. പഠിച്ചു വെക്കണം കേട്ടോ. അതായത് നാബിന്റെ ഗൈഡ് ബുക്ക് അല്ലെങ്കിൽ നാബിന്റെ സ്റ്റാൻഡേർഡ്സിൽ എത്ര അധ്യായങ്ങളുണ്ട്? 10 അധ്യായങ്ങളുണ്ട് കേട്ടോ. 10 ചാപ്റ്റേഴ്സ് പഠിച്ചു വെക്കണേ. 10 ചാപ്റ്റേഴ്സ്, പിന്നെ 100 സ്റ്റാൻഡേർഡ്സ്, 100 മാനദണ്ഡങ്ങള്, പിന്നെ എത്രയാണ്? 651 കേട്ടോ. 651 651 ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ്. ഇത്രയും അടങ്ങുന്നതാണ് എന്ത്? നമ്മുടെ നാബിന്റെ ഗൈഡ് ബുക്ക് കേട്ടോ. നാബ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞൊരു ലോ ബുക്ക് പോലെ തന്നെയാണ്. അതിൽ ഒരുപാട് മാനദണ്ഡങ്ങൾ, ഒത്തിരി കാര്യങ്ങളൊക്കെ അതിനകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിനകത്ത് എന്താണ്? 10 ചാപ്റ്റേഴ്സുകൾ, 10 അധ്യായങ്ങളുണ്ട്, 100 മാനദണ്ഡങ്ങളുണ്ട് കേട്ടോ, 100 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, 651 ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ് ഉണ്ട്. ഓക്കെ, അത് അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. മെയിൻ NABH ഗൈഡ് ബുക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഹാസ് 10 ചാപ്റ്റേഴ്സ്, 10 അധ്യായങ്ങളും, 100 സ്റ്റാൻഡേർഡ്സ് കേട്ടോ, 100 സ്റ്റാൻഡേർഡ്സ്, 100 മാനദണ്ഡങ്ങളുണ്ട്. പിന്നെന്താണ്? ആൻഡ് 651 ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ് കേട്ടോ, 651 ഒബ്ജക്റ്റീവ് ഇലമെന്റ്സും ഉണ്ട്. ഓക്കെ, പഠിച്ചു വെക്കണം കേട്ടോ, മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് എന്താണ് സ്റ്റാൻഡേർഡ്? നമ്മൾ പറഞ്ഞു 100 സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. എന്താണ് സ്റ്റാൻഡേർഡ്? അതുപോലെ നമ്മൾ പറഞ്ഞു 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. എന്താണ് ഒബ്ജക്റ്റീവ് എലമെന്റ്സ്? അതിനെ കുറിച്ചാണ് ഇനി പറയുന്നത് കേട്ടോ. നോക്കിക്കേ, ദ സ്റ്റാൻഡേർഡ് റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ് ഫോർ ദി പെർഫോമൻസ്. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. എന്താണ് സ്റ്റാൻഡേർഡ് എന്നാണ് അവരിവിടെ പറഞ്ഞിരിക്കുന്നത്. ദ സ്റ്റാൻഡേർഡ് റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ് ഫോർ ദ പെർഫോമൻസ്.
അതായത് ഒരു പ്രകടനത്തിനായിട്ടുള്ള ഒരു കൂട്ടം ലക്ഷ്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു പ്രകടനത്തിനായിട്ടുള്ള, ഒരു പെർഫോമൻസിനായിട്ടുള്ള ഒരു കൂട്ടം എന്താണ്, ലക്ഷ്യങ്ങൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നേക്കാളും കുറേയും കൂടെ നമുക്ക് നല്ലത് സെറ്റ് ഓഫ് എന്താ പറയാ, ഗൈഡ് ലൈൻസ്, മാർഗനിർദ്ദേശങ്ങൾ, അതല്ലെങ്കിൽ ക്രൈറ്റീരിയാസ്, അങ്ങനെയും നമുക്ക് പറയാം. സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ്, ക്രൈറ്റീരിയാസ് ഓർ റിക്വയർമെന്റ്സ്. എന്തിനു വേണ്ടിയിട്ടാണ്, അതായത് ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ പേഷ്യന്റിന്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ അവരുടെ സേഫ്റ്റി, അതുപോലെ എന്താണ് അവർക്ക് കൊടുക്കുന്ന പരിചരണത്തിലുള്ള ആ ഒരു എക്സലൻസ്, അവരുടെ ആ ഒരു പെർഫോമൻസ്, അതെല്ലാം തന്നെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കൂട്ടം മാർഗനിർദ്ദേശങ്ങൾ അഥവാ മാനദണ്ഡങ്ങൾ, ലക്ഷ്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ കാര്യത്തിന് ഒറ്റ സെന്റൻസിലായിട്ടാണ് അവർ എഴുതിയേക്കുന്നത്. ദ സ്റ്റാൻഡേർഡ് റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഫോർ ദ പെർഫോമൻസ്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അതായത് ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് പേഷ്യന്റിന് കൊടുക്കുന്ന ക്വാളിറ്റി സേവനം, ഓക്കെ, അവർക്ക് കൊടുക്കുന്ന സേവനത്തിലുള്ള ക്വാളിറ്റി, അതുപോലെ തന്നെ സേഫ്റ്റി, പേഷ്യന്റിന്റെ സുരക്ഷിതത്വം, പിന്നെന്താണ് എക്സലൻസ് ഇൻ കെയർ, അവർക്ക് കൊടുക്കുന്ന പരിചരണത്തിൽ ഏറ്റവും നല്ല രീതിയിൽ എക്സലന്റ് ചെയ്യുക, എന്ന് വെച്ചാൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഏതൊരു ഹോസ്പിറ്റലും അല്ലെങ്കിൽ ഏതൊരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനും നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കൂട്ടം നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ക്രൈറ്റീരിയാസ്, റിക്വയർമെന്റ്സ്, ആവശ്യകതകൾ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സ്റ്റാൻഡേർഡ് റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഫോർ ദ പെർഫോമൻസ്. നമ്മൾ എന്തും പെർഫോം ചെയ്യണമെങ്കിൽ അതിനൊരു ലക്ഷ്യമുണ്ട് അല്ലെ. ആ ഒരു ലക്ഷ്യം എന്താണ്, ഇവരുടെ ലക്ഷ്യം എന്താണ്, ക്വാളിറ്റി ഓഫ് കെയറും അതുപോലെ തന്നെ പേഷ്യന്റ് സേഫ്റ്റിയും എക്സലൻസ് ഇൻ കെയറും ആണ് അവരുടെ ലക്ഷ്യം. ആ ഒരു ലക്ഷ്യങ്ങള്, ആ ഒരു അത് പാലിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം നിർദ്ദേശങ്ങൾ, അതിനെയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? പറഞ്ഞേ, ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. സ്റ്റാൻഡേർഡ് റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഫോർ ദ പെർഫോമൻസ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. സ്റ്റാൻഡേർഡ് എന്താണ്? സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ്, ഒബ്ജക്റ്റീവ്സ് ഓർ ക്രൈറ്റീരിയാസ് ഓർ റിക്വയർമെന്റ്സ് ദാറ്റ് എ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മസ്റ്റ് ഫോളോ ടു എൻഷുവർ ദ ക്വാളിറ്റി, സേഫ്റ്റി ആൻഡ് എക്സലൻസ് ഇൻ കെയർ. ഓക്കെ, ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഈ ഒരു സെന്റൻസ് മാത്രം പഠിച്ചിരിക്കും. കുറച്ച് സ്ലോ ആക്കി പറയാം. മനസ്സിലായില്ല ഞാൻ പറഞ്ഞത്? ഒന്നുകൂടെ പറയണോ? മനസ്സിലാവാകുണ്ടോ? അതായത് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഒരു കൂട്ടം. ഓക്കെ, മനസ്സിലായി. ഇനി സ്ലോ ആക്കി പറയാം കേട്ടോ. അപ്പൊ അതാണ് സ്റ്റാൻഡേർഡ്. ഇനി നമുക്ക് മോളെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ഒന്നുമില്ല. അതായത് ഒരു ഹോസ്പിറ്റലിന്, ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് ആ ഒരു പേഷ്യന്റിനുള്ള പരിചരണത്തിലുള്ള ക്വാളിറ്റി, ആ പേഷ്യന്റിന്റെ സുരക്ഷിതത്വം, ഇതൊക്കെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഏതൊരു ഹോസ്പിറ്റലും നിർബന്ധമായിട്ടും പാലിക്കേണ്ട ഒരു കൂട്ടം എന്താ പറയാ, ഒരു കൂട്ടം നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഒരു കൂട്ടം മാനദണ്ഡങ്ങൾ, അതാണ് അവിടെ എന്തെന്ന് ഉദ്ദേശിക്കുന്നത്, സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നോക്കൂ, എന്താണ് ഇലമെന്റ്സ്? നമ്മൾ പറഞ്ഞു 100 സ്റ്റാൻഡേർഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. 100 സ്റ്റാൻഡേർഡ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ ഓരോ 100 സ്റ്റാൻഡേർഡ്സിന്റെ കീഴിലായിട്ട് 651 ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി എന്താണ് ഈ ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ് കൊണ്ട് അവര് ഉദ്ദേശിക്കുന്നത്? നോക്കിക്കേ, ദ ഇലമെന്റ്സ് കം അണ്ടർ ഈച്ച് സ്റ്റാൻഡേർഡ് ആൻഡ് ആർ യൂസ്ഡ് ടു ഒബ്സർവ് ദ പെർഫോമൻസ്. എന്താണ് എലമെന്റ്സ് എന്ന് പറഞ്ഞാല്, ഒരു പ്രകടനം, ഒരു പെർഫോമൻസ് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില അളവുകോലുകൾ അല്ലെ, ചില എന്താ പറയാ ടൂൾസ് എന്നൊക്കെ നമുക്ക് പറയാം, മെഷറബിൾ ടൂൾസ്, അളവുകോലുകൾ. അതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇലമെന്റ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓരോ സ്റ്റാൻഡേർഡ് ഉണ്ട്, എന്നിട്ട് 100 സ്റ്റാൻഡേർഡ് നമ്മൾ പറഞ്ഞു. ആ ഓരോ 100 സ്റ്റാൻഡേർഡിന്റെ കീഴിലായിട്ട് 651 ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ്. അപ്പൊ എന്താണ് ഈ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ, ഈ മാനദണ്ഡങ്ങൾക്ക് കീഴിലുള്ള ചില ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു ഹോസ്പിറ്റല് NABH മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില അളവുകോലുകളാണ് കേട്ടോ, ചില ടൂൾസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? അതാണ് ഇലമെന്റ്സ് കേട്ടോ. ഇലമെന്റ്സ് ആർ യൂസ്ഡ് ടു ഒബ്സർവ് ദ പെർഫോമൻസ്. ഓക്കെ, ഒരു പെർഫോമൻസ് ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇലമെന്റ്സ്. ക്ലിയർ ആയോ പറഞ്ഞത്?
ക്ലിയർ ആയോ നമ്മൾ പറഞ്ഞ കാര്യങ്ങള്? അപ്പൊ എന്താണ് സ്റ്റാൻഡേർഡ്, എന്താണ് ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കുറച്ച് ആധികാരികമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആ ഒരു പേഷ്യന്റിന്റെ ക്വാളിറ്റി കെയറും സേഫ്റ്റിയും ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഏതൊരു ഹോസ്പിറ്റലും നിർബന്ധമായിട്ട് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കൂട്ടം ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഒരു കൂട്ടം എന്താ പറയാ മാർഗനിർദ്ദേശങ്ങൾ, അതാണ് സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഓരോ സ്റ്റാൻഡേർഡിന്റെ കീഴിലായിട്ട് എത്രത്തോളം ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്? ഈ പറയുന്ന 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. ഓക്കെ, എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഓരോ പ്രകടനവും നമുക്ക് നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ചില അളവുകോലുകളെയാണ്, മെഷറബിൾ ആയിട്ടുള്ള അളവുകോലുകളെയാണ് എലമെന്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ല? ഓക്കെ, ഇനി അടുത്തതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. അടുത്തത് നോക്കി, അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്. ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്, ഈ 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സിനകത്ത് നമ്മൾ ഈ ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ നാലായിട്ട് കാറ്റഗറൈസ് ചെയ്യാണ്. അതായത് 4 വിഭാഗങ്ങളിലായിട്ട് നമ്മൾ ഈ പറയുന്ന എലമെന്റ്സിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചേക്കാണ്. ഏതൊക്കെയാണ് 4 കാറ്റഗറി എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഒന്ന് കോർ കാറ്റഗറി. ഓക്കെ, ഒന്നാമത്തെ എന്താണ്? കോർ കാറ്റഗറി കേട്ടോ. രണ്ടാമത്തത് കമ്മിറ്റ്മെന്റ് കാറ്റഗറി. എന്താണ്? അതന്നെ, തരംതിരിക്കുക. അതന്നെ, ഓക്കെ, തരംതിരിക്കുക കേട്ടോ. അപ്പൊ ഒന്നാമത്തത് കോർ കാറ്റഗറി, രണ്ടാമത്തത് കമ്മിറ്റ്മെന്റ് കാറ്റഗറി, മൂന്നാമത്തത് അച്ചീവ്മെന്റ് കാറ്റഗറി, നാലാമത്തത് എന്താണ്? എക്സലൻസ് കാറ്റഗറി. ഇങ്ങനെ 4 കാറ്റഗറി ആയിട്ട് നമ്മൾ ഈ പറയുന്ന എലമെന്റ്സിനെ ഡിവൈഡ് ചെയ്ത് വെച്ചേക്കാം. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ 4 കാറ്റഗറി. കോർ കാറ്റഗറി കേട്ടോ, ഫസ്റ്റ് വൺ കോർ കാറ്റഗറി, രണ്ടാമത്തത് കമ്മിറ്റ്മെന്റ് കാറ്റഗറി, മൂന്നാമത്തത് എന്താണ്? അച്ചീവ്മെന്റ് കാറ്റഗറി, നാലാമത്തത് എക്സലൻസ് കാറ്റഗറി. അങ്ങനെ 4 കാറ്റഗറി ആയിട്ട് തിരിച്ചേക്കാണ്. ഇനി നോക്കാം, ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് 1 or 2 are in core category which are necessarily judged during each assessment. അണ്ടർലൈൻ ചെയ്ത് വെക്കാണ്ട്, ഇത് മൊത്തം വളരെ ഇമ്പോർട്ടന്റ് ആണ്, എണ്ണം ചോദിക്കും. അതായത് ഈ 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സിനകത്ത് 102 എണ്ണം എന്ന് പറയുന്നത് കോർ കാറ്റഗറി വിഭാഗത്തിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 102 ഘടകങ്ങള് അതിനകത്ത് നമ്മൾ കോർ കാറ്റഗറിക്കകത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് കോർ കാറ്റഗറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓരോ മൂല്യനിർണയ സമയത്തും നിർബന്ധമായിട്ടും വിലയിരുത്തേണ്ട 102 ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കോർ കാറ്റഗറി എന്ന് പറയുന്നത്. കോർ എന്ന് പറയുമ്പോൾ കാമ്പ് എന്നുള്ള അർത്ഥമാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് അല്ലെ. അപ്പൊ എന്താണ്? ഓരോ മൂല്യനിർണയ സമയത്തും നിർബന്ധമായിട്ടും നിർബന്ധമായിട്ടും വിലയിരുത്തേണ്ട 102 ഘടകങ്ങൾ ഉൾപ്പെടുന്നതാണ് കോർ കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പൊ എണ്ണം നോട്ട് ചെയ്ത് വെക്കാട്ടോ. കോർ കാറ്റഗറിക്കകത്ത് എത്ര എലമെന്റ്സ് ആണ് വരുന്നത്? 102 എലമെന്റ്സ് ആണ്. എന്താണ് കോർ കാറ്റഗറി എന്ന് പറഞ്ഞാല്? വിച്ച് ആർ നെസസറിലി ജഡ്ജ്ഡ് ഡ്യൂറിങ് ഈച്ച് അസസ്മെന്റ്. ഓരോ മൂല്യനിർണയ സമയത്തും നിർബന്ധമായിട്ടും വിലയിരുത്തുന്ന ഘടകങ്ങളാണ് കേട്ടോ കോർ കാറ്റഗറിക്കകത്ത് പെടുത്തിയിരുന്നത്. അതിനകത്ത് 102 ഘടകങ്ങളാണ് വരുന്നത്. ക്ലിയർ? ഇനി അടുത്തത് 459 are in commitment category which will be judged during final assessment. ഇനി അതിനകത്ത് 459 എലമെന്റ്സുകള് എന്താണ്? കമ്മിറ്റ്മെന്റ് കാറ്റഗറിക്കകത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏത് വിഭാഗത്തിലാണ്? കമ്മിറ്റ്മെന്റ് കാറ്റഗറിക്കകത്ത്. കാര്യം ഇതിനകത്ത് 459 ഘടകങ്ങളുണ്ട്. അതിന്റെ പർപ്പസ് എന്താണ്? വിച്ച് വിൽ ബി ജഡ്ജ്ഡ് ഡ്യൂറിങ് ഫൈനൽ അസസ്മെന്റ്. അന്തിമ മൂല്യനിർണയ സമയത്ത് വിലയിരുത്തേണ്ട 459 ഘടകങ്ങൾ അടങ്ങിയതാണ് കമ്മിറ്റ്മെന്റ് കാറ്റഗറി. ഏത് സമയത്താണ്? ഫൈനൽ അസസ്മെന്റ് കേട്ടോ. അന്തിമ മൂല്യനിർണയ സമയത്ത് വിലയിരുത്തേണ്ട 459 ഘടകങ്ങൾ അടങ്ങിയതാണ് കമ്മിറ്റ്മെന്റ് കാറ്റഗറി എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി അടുത്തത് എന്താണ്? 60 are in അച്ചീവ്മെന്റ് കാറ്റഗറി. ഇനി ഇതിനകത്ത് 60 ഘടകങ്ങൾ അച്ചീവ്മെന്റ് കാറ്റഗറിക്കകത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് അച്ചീവ്മെന്റ് കാറ്റഗറി എന്ന് ഉദ്ദേശിക്കുന്നത്? വിച്ച് വിൽ ബി എസ്റ്റിമേറ്റഡ് ഡ്യൂറിംഗ് ദ സർവൈലൻസ് അസസ്മെന്റ്. അതായത് ഈ പറയുന്ന നിരീക്ഷണ മൂല്യനിർണയ സമയത്ത്. ഓക്കെ, അങ്ങനെയാണ് അവർ പറയുന്നത്, സർവൈലൻസ് അസസ്മെന്റ് കേട്ടോ. നിരീക്ഷണ മൂല്യനിർണയ സമയത്ത് വിലയിരുത്തേണ്ട 60 ഘടകങ്ങൾ അടങ്ങിയതാണ് അച്ചീവ്മെന്റ് കാറ്റഗറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് എത്രയാണ്? 30 are in എക്സലൻസ് കാറ്റഗറി വിച്ച് വിൽ ബി അസസ്ഡ് ഡ്യൂറിംഗ് റീ അക്രഡിറ്റേഷൻ. അതായത് ഒരു പുനർ അക്രഡിറ്റേഷൻ സമയത്ത്
വിലയിരുത്തപ്പെടേണ്ട അല്ലെങ്കിൽ വിലയിരുത്തേണ്ട 30 ഘടകങ്ങൾ ഉൾപ്പെടുത്തിയതാണ് എന്ത് എക്സലൻസ് കാറ്റഗറി എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ നമുക്ക് 651 വരും കേട്ടോ. 651 എന്താ പറയാ ഒബ്ജക്റ്റീവ് എലമെന്റ്സിന് നമ്മൾ 4 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് വൺ കോർ കാറ്റഗറി, സെക്കൻഡ് വൺ കമ്മിറ്റ്മെന്റ് കാറ്റഗറി, തേർഡ് വൺ അച്ചീവ്മെന്റ് കാറ്റഗറി, ഫോർത്ത് വൺ എക്സലൻസ് കാറ്റഗറി. അതിനകത്ത് ആദ്യത്തെ കോർ കാറ്റഗറിയാണ്. അപ്പൊ കോർ എന്ന് പറയുമ്പോൾ ഓർക്കുക, കാമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞാൽ ഓരോ മൂല്യനിർണ്ണയ സമയത്തും നിർബന്ധമായിട്ടും വിലയിരുത്തേണ്ട 102 ഘടകങ്ങൾ ഉൾപ്പെടുന്നതാണ് കോർ കാറ്റഗറി. എത്രയാണ്? 102. ഏത് സമയത്താണ് ഈച്ച് അസസ്മെന്റ്, ഓരോ എന്താ പറയാ മൂല്യനിർണ്ണയ, അതൊക്കെയാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് കേട്ടോ. രണ്ടാമത്തത് 459 അല്ലെ, അത് ഏതിനകത്താണ്? കമ്മിറ്റ്മെന്റ് കാറ്റഗറി. അതിന്റെ പർപ്പസ് എന്താണ്? അന്തിമ മൂല്യനിർണ്ണയ സമയത്ത്, ഫൈനൽ അസസ്മെന്റ് സമയത്ത് വിലയിരുത്തപ്പെടേണ്ട 459 ഘടകങ്ങൾ അടങ്ങിയ കമ്മിറ്റ്മെന്റ് കാറ്റഗറി. അടുത്തത് നമ്മൾ പറഞ്ഞ 60 അച്ചീവ്മെന്റ് കാറ്റഗറി. അത് നിരീക്ഷണ മൂല്യനിർണ്ണയ സമയത്ത്, സർവൈലൻസ് അസസ്മെന്റ് കേട്ടോ, നിരീക്ഷണ മൂല്യനിർണ്ണയ സമയത്ത് വിലയിരുത്തേണ്ട 60 ഫാക്ടേഴ്സ് അടങ്ങിയതാണ് അച്ചീവ്മെന്റ് കാറ്റഗറി. ലാസ്റ്റ് വരുന്നത് 30 ഘടകങ്ങൾ എന്താണ്? പുനർ അക്രഡിറ്റേഷൻ സമയത്ത്, റീ അക്രഡിറ്റേഷൻ ടൈമില് വിലയിരുത്തേണ്ട 30 ഘടകങ്ങൾ ഉൾപ്പെടുന്നതാണ് എക്സലൻസ് കാറ്റഗറി എന്ന് പറയുന്നത്. അങ്ങനെയാണ് അവർ ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ലാബിന് ഒരു ഗൈഡ് ബുക്ക് ഉണ്ട്. ആ ഗൈഡ് ബുക്കിന് 10 ചാപ്റ്റേഴ്സ്, 100 സ്റ്റാൻഡേർഡ്സ്, 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റിന്റെ സേഫ്റ്റി, ക്വാളിറ്റി ഇതെല്ലാം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിന് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു കൂട്ടം മാർഗനിർദ്ദേശങ്ങളെയാണ് സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഓരോ സ്റ്റാൻഡേർഡിനും കീഴിലായിട്ടുള്ളതാണ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറഞ്ഞാല് ഈ ഓരോ മാനദണ്ഡങ്ങളും ഓരോ ഹോസ്പിറ്റലും കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് അളക്കുന്നതിനുള്ള ചില അളവുകോലുകൾ, അതാണ് അവിടെ എലമെന്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൊത്തം 651 എലമെന്റ്സ് കേട്ടോ. അപ്പൊ ഒരു കാറ്റഗറി മനസ്സിലാക്കി വെക്കാം. ക്ലിയർ? ഇനി നമുക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? അടുത്തേക്ക് പോവാനോ? ഓക്കെ അല്ലേ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ശരി. ഇനി അടുത്തതാണ് ലാബ് സ്റ്റാൻഡേർഡ്സ് കേട്ടോ. NABH സ്റ്റാൻഡേർഡ്സ് ആണ് ഇത് നമ്മൾ പഠിക്കാൻ. അപ്പൊ നമുക്കറിയാം 100 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. 100 എണ്ണം പഠിക്കല് നമുക്ക് നടക്കില്ല. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റാൻഡേർഡ്സുകൾ നിങ്ങൾ പഠിക്കേണ്ടത് മാത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. അത് പഠിച്ചിരിക്കുക കേട്ടോ. നോക്കുക, NABH സ്റ്റാൻഡേർഡ്സ്. ഈ സ്റ്റാൻഡേർഡ്സ് നമ്മൾ പ്രധാനമായിട്ട് രോഗിയുമായിട്ട് ബന്ധപ്പെട്ട ചില സ്റ്റാൻഡേർഡുകൾ പഠിക്കാനുണ്ട് നമുക്ക്. അതുപോലെ തന്നെ ആ ഒരു ഹോസ്പിറ്റൽ അഥവാ ആ ഒരു ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ചില സ്റ്റാൻഡേർഡ്സുകൾ നമുക്ക് അതിനകത്ത് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പഠിക്കുന്നത് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ് കേട്ടോ. അതായത് രോഗിയുമായിട്ട് ബന്ധപ്പെട്ട ചില മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫുൾ ഫോം പഠിച്ചിരിക്കണം കേട്ടോ. എന്തിനാണ് ആ സ്റ്റാൻഡേർഡ് ഉപയോഗിക്കണേന്നൊന്നും നിങ്ങളോട് ചോദിക്കില്ല. പക്ഷെ ഈ ഒരു പേര് തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം അത് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് ആണോ, അത് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. മനസ്സിലായോ? അതുപോലെ ഫുൾ ഫോമുകൾ മനസ്സിലാക്കി വെക്കണം. അതാണ് അവിടെ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അല്ലാണ്ട് ആ സ്റ്റാൻഡേർഡ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് വരില്ല കേട്ടോ. അപ്പൊ നോക്കുക, പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിനകത്ത് 5 എണ്ണാണ് വരുന്നത്. ഫസ്റ്റ് വരുന്നത് നോക്കൂ, AAC. എന്താണ് AAC? എന്താണ് AAC എന്ന് പറഞ്ഞാല്? ആക്സസ്, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. ഫുൾ ഫോം പഠിച്ചു വെക്കണം കേട്ടോ. ഇതൊക്കെയാണ് ആക്സസ്, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ആക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആക്സസ് പ്രവേശനം എന്നുള്ള അർത്ഥമാണ് അല്ലെ. അസസ്മെന്റ് എന്താണ്? വിലയിരുത്തുക. കണ്ടിന്യൂറ്റി ഓഫ് കെയർ വേറൊന്നും അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അതെന്താണ് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്തിനാന്നൊന്നും ചോദിക്കില്ല. അതായത് ഒരു രോഗീനെ അഡ്മിഷൻ ചെയ്യുന്നത് തൊട്ട് അഡ്മിഷൻ തുടങ്ങി ഡിസ്ചാർജ് വരെയുള്ള ആ ഒരു രോഗിയുടെ പരിചരണത്തിലുടനീളം എന്താണ് അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ചില ഒരു മാനദണ്ഡമാണ് കേട്ടോ AAC എന്ന് പറയുന്നത്. മനസ്സിലായോ? അതാണ് ആക്സസ് ചെയ്യാന്ന് വെച്ചാൽ അഡ്മിഷൻ ചെയ്യുന്ന സമയത്താണ്, പ്രവേശിപ്പിക്കുന്ന തൊട്ട്
ലാസ്റ്റ് എന്താണ് ഈ പറഞ്ഞ അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, അതായത് ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നത് തുടങ്ങി അവരെ ഡിസ്ചാർജ് ചെയ്യുന്നത് വരെയുള്ള ആ ഒരു പരിചരണത്തിലുടനീളം ആ രോഗിക്ക് ഉറപ്പാക്കേണ്ട സേഫ്റ്റി, സുരക്ഷിതത്വം, അതിനെ കുറിച്ച് പറയുന്ന ഒരു മാനദണ്ഡമാണ് കേട്ടോ AAC എന്ന് പറയുന്നത്. എന്തിനാണെന്നൊന്നും നിങ്ങളോട് ചോദിക്കില്ല, നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. AAC എന്ന് പറയുന്നത് ആക്സസ് അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി കെയർ ആണ്. അതൊരു പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് ആണെന്നുള്ളത് പഠിച്ചു വെക്കുക കേട്ടോ. രണ്ടാമത്തത് എന്താണ്? COP എന്താണ്? കെയർ ഓഫ് പേഷ്യന്റ്. കെയർ ഓഫ് പേഷ്യന്റ് എളുപ്പമാണല്ലോ. COP കെയർ ഓഫ് പേഷ്യന്റ് അതെന്താണ്? അതും ഒരു പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് ആണ്, ഒരു മാനദണ്ഡമാണ്. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അത്യാഹിത വിഭാഗത്തിലുള്ള പേഷ്യൻസ്, അവരെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അത്യാഹിത വിഭാഗത്തിൽ വെച്ച് നമ്മുടെ കാഷ്വാലിറ്റിയിലേക്ക് വരുന്ന പേഷ്യൻസിന് അവരുടെ ആവശ്യാനുസരണം ആംബുലൻസ് സേവനങ്ങൾ ഉൾപ്പെടെ എല്ലാ അടിയന്തര പരിചരണങ്ങളും ലഭ്യമാണെന്ന് ഉറപ്പാക്കേണ്ട ഒരു മാനദണ്ഡമാണ് കേട്ടോ കെയർ ഓഫ് പേഷ്യന്റ്. മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് അവർക്ക് എല്ലാ ആവശ്യങ്ങളും, അതായത് ആംബുലൻസ് സേവനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവിധ പരിചരണ സൗകര്യങ്ങളും ആ രോഗിക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്ന ഒരു മാനദണ്ഡമാണ് കേട്ടോ കെയർ ഓഫ് പേഷ്യന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. COP. അടുത്തതാണ് MOM. എന്താണ്? മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ. മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, അതിന്റെ ഷോർട്ടാണ് കേട്ടോ MOM, മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ. ആ പേരിൽ തന്നെ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. എന്താണ്? മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. അതായത് ആ രോഗിക്ക് ഉടൻ തന്നെ മരുന്നുകൾ ലഭ്യമാക്കുക, അതുപോലെ തന്നെ എന്താണ് സമയബന്ധിതമായിട്ട് മരുന്നുകൾ കൊടുക്കുക. ഒരാൾക്ക് രോഗിക്ക് കൃത്യമായിട്ട് മരുന്ന് എഴുതി കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം അല്ലെ, അതിൽ കാലതാമസം വരുത്താനൊന്നും പാടില്ല. അപ്പോൾ കൃത്യമായിട്ട് അവർക്ക് മരുന്നുകൾ കൊടുക്കുക, സമയബന്ധിതമായിട്ട് മരുന്നുകൾ കൊടുക്കുക. ഇനി മരുന്ന് കൊടുത്താൽ മാത്രം അവിടെ അവസാനിക്കുന്നില്ല, ആ മരുന്ന് കൊടുത്തതിന് ശേഷം ആ രോഗിയെ കൃത്യമായിട്ട് നിരീക്ഷിക്കുക. ഇനി മരുന്നുകൾ കഴിച്ചിട്ട് എന്തെങ്കിലും പ്രതികൂല റിയാക്ഷൻസ് അവർക്ക് ഉണ്ടാവുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയാ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാനദണ്ഡമാണ് കേട്ടോ MOM, മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? മെഡിക്കേഷൻ അതായത് രോഗികൾക്ക് കൃത്യസമയത്ത് മരുന്ന് കൊടുക്കുക, നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ മരുന്നുകളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. മരുന്ന് കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല, ആ മരുന്ന് കഴിച്ചിട്ടുള്ള രോഗികളെ നമ്മൾ ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക. ഈ മരുന്ന് കഴിച്ച് അവർക്ക് എന്തെങ്കിലും പ്രതികൂലമായിട്ട് എന്തെങ്കിലും റിയാക്ഷൻസ് അവർക്ക് ഉണ്ടാവുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ. അതൊരു പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് ആണ്. അടുത്തതാണ് PRE. എന്താണ്? പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. അതാണ് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. അതായത് ഈ പറയുന്ന രോഗികളും അവരുടെ കുടുംബാംഗങ്ങളുടെയും മറ്റ് ജീവനക്കാരെന്ന് പറയുന്നത് പേഷ്യന്റിനെയാണ് കേട്ടോ പ്രധാനമായിട്ടും. പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ അതായത് രോഗികളുടെ അവകാശങ്ങള്, അവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന ഒരു മാനദണ്ഡമാണ് കേട്ടോ പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് എന്താണ്? HIC എന്താണ്? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കേട്ടോ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലെ. നമ്മൾ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷനിൽ പറഞ്ഞിരുന്നു അല്ലെ, ഹോസ്പിറ്റലിൽ നിന്നും ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് ഈ പറയുന്ന പേഷ്യൻസിന് എന്താണ് അണുബാധ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കുറയ്ക്കണം. പേഷ്യൻസിന് മാത്രമല്ല അവിടെ വർക്ക് ചെയ്യുന്ന മറ്റ് ജീവനക്കാർക്കും ആ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ അല്ലെ, അണുബാധ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണം? ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമുകളൊക്കെ എന്താണ് നടത്തണം അല്ലെ. ഈ പറയുന്ന അണുബാധ നിയന്ത്രണ പരിപാടികളൊക്കെ ഉറപ്പാക്കേണ്ട ഒരു മാനദണ്ഡമാണ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ അഥവാ HIC എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇത് എല്ലാം തന്നെ 5 എണ്ണം ഇതിനകത്ത് വരുന്നതാണ് പേഷ്യന്റ് സെന്റേർഡ്, രോഗിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില മാനദണ്ഡങ്ങളാണ്. ഇതൊക്കെയാണ് AAC ട്ടോ. എന്താണ്? ആക്സസ് അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ AAC. രണ്ടാമത്തെ എന്താണ്? COP കെയർ ഓഫ് പേഷ്യൻസ് കേട്ടോ. മൂന്നാമത്തത് MOM എന്താണ്? മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ. നാലാമത്തത് PRE പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. ലാസ്റ്റ് HIC കേട്ടോ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. അങ്ങനെ ഈ പറയുന്ന 5 സ്റ്റാൻഡേർഡ്സും എന്തിൽ വരുന്നതാണ്? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. നിങ്ങളോട് നിങ്ങളോട് ചോദിക്കുകയാണ് AAC, COP, MOM എന്നൊക്കെ തന്നിട്ട് ചോദിക്കും ഇത് എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആണ്. ഡാഷ് ഈസ് ദ സ്റ്റാൻഡേർഡ് റിലേറ്റഡ് ടു പേഷ്യന്റ്
എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ അത് ഏതിലാണെന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. പക്ഷെ ഇതൊക്കെ നമുക്ക് ആലോചിച്ചാൽ കിട്ടും. കാര്യം അസസ്മെന്റ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ എന്നൊക്കെ പറഞ്ഞാൽ അത് ആർക്ക് കൊടുക്കുന്നതാണ്? പേഷ്യന്റിന് കൊടുക്കുന്നതാണ് അല്ലെ. അത് പേഷ്യന്റ് സെന്റേഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു കെയർ ഓഫ് പേഷ്യന്റ്, പേരിൽ തന്നെ പേഷ്യന്റ് കിടപ്പുണ്ട്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും പേഷ്യന്റ് സെന്റേഡ് ആണ്. അതുപോലെ മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, മരുന്നുകൾ കൊടുക്കുന്നത് ആർക്കാ? പേഷ്യൻസിനാണ് അല്ലെ. അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പേഷ്യന്റ് സെന്റേഡ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ, പേരിൽ തന്നെ പേഷ്യന്റ് കിടപ്പുണ്ട്. അതും നമുക്കറിയാം. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ വേണമെങ്കിൽ ഒരു സംശയം വരാം. പക്ഷെ ഏതായാലും അവിടുത്തെ ഗുണഭോക്താക്കൾ എന്ന് പറഞ്ഞ പേഷ്യൻസ് ആണല്ലോ. അവരുടെ സേഫ്റ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ അത് പേഷ്യന്റ് സെന്റേഡ് ആണെന്ന് നമുക്ക് തന്നെ ഗസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തതാണ് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് അല്ല. അതായത് ഈ പറയുന്ന ഹോസ്പിറ്റലുമായിട്ട് ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ. ജസ്റ്റ് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ, അതിൽ 5 എണ്ണം പറയുന്നത് കേട്ടോ. ഒന്നാമത്തത് PSQ. എന്താണ് PSQ കേട്ടോ? PSQ എന്താണ്? പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ഓക്കെ, എന്താണ്? പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, PSQ എന്നാണ് പറയാം കേട്ടോ. അതായത് പേഷ്യന്റിന്റെ സുരക്ഷിതത്വം, അവരുടെ ക്വാളിറ്റി ഒക്കെ ഉറപ്പാക്കുക. അത് ആരുടെ ഉത്തരവാദിത്തമാണ്? മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പേഷ്യന്റിന്റെ സേഫ്റ്റി ക്വാളിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഓർഗനൈസേഷൻ ആണ്. സോ ഓർഗനൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ, പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. രണ്ടാമത് എന്താണ്? ROM, റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ് കേട്ടോ. ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്. മൂന്നാമത്തെ എന്താണ്? FMS, ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി കേട്ടോ. ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി, അതായത് രോഗികൾക്ക് ഭൗതിക സാഹചര്യങ്ങൾ, ഫിസിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതുമായിട്ട് അതിന്റെ സേഫ്റ്റി ഒക്കെ ഉറപ്പാക്കുന്ന ഒരു അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് ആണ് കേട്ടത്. ഫെസിലിറ്റി മാനേജ്മെന്റ് സേഫ്റ്റി FMS. അടുത്തതാണ് HRM എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോ ഹ്യൂമൻ റിസോഴ്സ് പഠിച്ചതാണ് അല്ലെ. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ലാസ്റ്റ് എന്താണ്? IMS എന്താണ്? ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. എന്താണ്? ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ആണ് കേട്ടോ. അവിടെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഒക്കെ ഗ്യാദർ ചെയ്ത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് അതിനനുസരിച്ചുള്ള നടപടികളൊക്കെ എടുക്കുന്നതിനുള്ള ഒരു മാനദണ്ഡം അതാണ് കേട്ടോ, ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. ക്ലിയർ ആയോ? ഇത് ഓർക്കാൻ എളുപ്പമുണ്ട്, കാര്യം എല്ലാത്തിലും മാനേജ്മെന്റ് എന്ന് പറയുന്ന വാക്ക് വരുന്നുണ്ട് കേട്ടോ. റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്, ഫെസിലിറ്റി മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. എല്ലാത്തിന്റെയും മാനേജ്മെന്റ് വരുന്നുണ്ട്. ആദ്യത്തേല് മാത്രമേ ഇല്ലാത്തുള്ളൂ കേട്ടോ, പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്. അങ്ങനെ വരുമ്പോൾ അതൊക്കെ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണെന്നുള്ളത് ഓർത്ത് വെക്കാം. മാനേജ്മെന്റ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഓർഗനൈസേഷൻ റിലേറ്റഡ് ആണെന്ന് നമുക്ക് ഗസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? NABH സ്റ്റാൻഡേർഡ്സ് രോഗിയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് നമ്മൾ കണ്ടു, ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സുകളും മനസ്സിലാക്കി. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ്, ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ബോറടിക്കുന്നുണ്ടോ? മതി. ഷോർട്ട് ഫോം പഠിക്കണം കേട്ടോ, ഷോർട്ട് ഫോം പഠിക്കണം. അത് മാത്രമല്ല ഓരോരോ ഇപ്പൊ നിങ്ങളോട് ചോദിക്കാണ് MOM ഏതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് ആണ്? പേഷ്യന്റ് ആണോ ഓർഗനൈസേഷൻ ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ആൻസർ ചെയ്യും? MOM എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? എന്തുമായിട്ട് റിലേറ്റഡ് ആയതാണ്? നിങ്ങൾ പറയാം MOM മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ. യെസ്, പേഷ്യൻസ് തന്നെയാണ് അവിടുത്തെ ഉത്തരം കേട്ടോ, പേഷ്യൻസ്. അങ്ങനെയാണ് നിങ്ങളോട് ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാം IMS ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആണ്? എന്തുമായിട്ടുള്ള റിലേറ്റഡ് ആണ്? ഓർഗനൈസേഷനുമായിട്ട് റിലേറ്റഡ് ആയ സ്റ്റാൻഡേർഡ് ആണ്. അത് പഠിച്ചു വെക്കുക, അത് മനസ്സിലാക്കുക, ഫുൾ ഫോമുകളും പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തതാണ് NABH ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ് കേട്ടോ. കുറച്ച് ട്രൈലി ആണ് കേട്ടോ ഈ ചാപ്റ്റർ. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞല്ലോ, വലിയ കേട്ടിരിക്കാനൊന്നും വലിയ സുഖമുള്ള ചാപ്റ്റർ ഒന്നും അല്ല, നല്ല ബുദ്ധിമുട്ടുണ്ട്. നമുക്കൊരു വല്ലാത്തൊരു ഇറിറ്റേഷൻ ഒക്കെ ഫീൽ ചെയ്യും. അങ്ങനത്തെ ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. വേറെ നിവൃത്തിയില്ല, നമുക്കിത് ഇങ്ങനെ അല്ലാണ്ട് വേറെ രീതിയിൽ എടുക്കാനും നമുക്ക് പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. NAB ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്. അപ്പൊ നമുക്കറിയാം NAB എന്ന് പറയുന്നത് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു എന്താ പറയുക സ്ഥാപനമാണ് അല്ലെ. അപ്പൊ ആ ഒരു NABH അക്രഡിറ്റേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ ഒരു അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു മാനദണ്ഡങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കേണ്ട റിക്വയർമെന്റ്സുകൾ എന്തൊക്കെയാണ്? ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്സ്.
എന്തെല്ലാം ഡോക്യുമെന്റ് റിക്വയർമെന്റ്സ് അവർക്ക് വേണം, അല്ലെ, എന്തെല്ലാം ആവശ്യകതകളുണ്ട്, ആ ആവശ്യങ്ങളെല്ലാം തന്നെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനൊരു അംഗീകാരം കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അതാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അത്യാവശ്യം വലുതാണ് കേട്ടോ, വലുതാണ്. അപ്പൊ നോക്കാം, NABH ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്. മനസ്സിലായോ പറഞ്ഞത്? NABHന്റെ അക്രഡിറ്റേഷൻ, അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ചില റിക്വയർമെന്റ്സ് ഉണ്ട്. ഓരോ ഓർഗനൈസേഷനും പാലിക്കേണ്ട, അവർ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ചില ഡോക്യുമെന്റ്സും റിക്വയർമെന്റ്സും ഒക്കെ ഉണ്ട്. അതിനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, NABH ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്സ്. അതൊരു കുറച്ചധികം കാറ്റഗറീസ് ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു നമുക്ക് 10 എണ്ണം പഠിക്കാനുണ്ട് കേട്ടോ. 10 എണ്ണം പഠിക്കാനുണ്ട്. ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്സ് 10 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ് ആ 10 എണ്ണം എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് മാനുവൽ ആണ് കേട്ടോ. മാനുവൽ എന്താണ് മാനുവൽ എന്ന് ഉദ്ദേശിക്കുന്നത്? മാനുവൽ എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല, ഇറ്റ്സ് എ കോംപ്രിഹെൻസീവ് ഡോക്യുമെന്റ് തന്നെയാണ് കേട്ടോ. ഡോക്യുമെന്റ് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള എന്താ പറയാ ഡോക്യുമെന്റ്സ് ആണ്. അത് വന്നിട്ട് ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ പോളിസികള്, അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സ്, പ്രോട്ടോകോൾസ്, അതെല്ലാം തന്നെ അതിനെ എല്ലാത്തിനെ കുറിച്ചൊരു ഔട്ട്ലൈൻ തരുന്ന ഒരു ഡോക്യുമെന്റ് തന്നെയാണ് മാനുവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മാനുവൽ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ കുറച്ച് കമ്മിറ്റീസ് പറയുന്നുണ്ട്. രണ്ടാമത്തെ ഒരു ഫാക്ടർ കമ്മിറ്റീസ് ആണ് കേട്ടോ. ആ കമ്മിറ്റികൾ നിർബന്ധമായിട്ടും വേണ്ട കമ്മിറ്റികളാണ്. അതില്ലാന്നുണ്ടെങ്കിൽ അക്രഡിറ്റേഷൻ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതിന് പറയുന്ന കുറച്ച് കമ്മിറ്റീസ് ഉണ്ട്. 8ഓളം കമ്മിറ്റീസുകൾ നിർബന്ധമായിട്ടും വേണം. അതിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. KPI എന്ന് പറയും. അതിനകത്ത് കുറെ പഠിക്കാനുണ്ട്. നമുക്കൊരു 32 ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് പറയാനുണ്ട് കേട്ടോ. KPI, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. പിന്നെ അടുത്ത പോയിന്റുകൾ ഉണ്ട് കേട്ടോ, നമുക്ക് അവിടേക്ക് എത്തുമ്പോ പറയാതെ. ഓക്കെ, ഓരോന്നൊന്നും വായിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് കാണാപ്പാടൊന്നും പഠിക്കണ്ട കേട്ടോ, മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നാമത്തത് മാനുവൽ ആണ് കേട്ടോ. മാനുവൽ ഞാൻ പറഞ്ഞല്ലോ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. അത് വളരെ വിശാലമായിട്ടുള്ള ഡോക്യുമെന്റ്സ് തന്നെയാണ്. അത് ആ ഒരു ഹോസ്പിറ്റലിന്റെ പോളിസി, നയങ്ങള്, നടപടിക്രമങ്ങൾ, അവരുടെ പ്രോട്ടോകോൾസിനെ സംബന്ധിച്ചൊക്കെ ഒരു ഔട്ട്ലൈൻ തരുന്ന ഒരു എന്താ പറയാ ഡോക്യുമെന്റ് തന്നെയാണ് മാനുവൽ കേട്ടോ. അപ്പൊ പ്രധാനമായിട്ട് ഇവിടെ പറയുന്നുണ്ട് ക്വാളിറ്റി, സേഫ്റ്റി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ. ഇതാണ് നിർബന്ധമായിട്ട് സൂക്ഷിക്കേണ്ട 3 മാനുവലുകൾ. ഏതൊക്കെയാണ്? ഒന്ന് ക്വാളിറ്റി കേട്ടോ, ഗുണമേന്മയുള്ള ആ ഗുണമേന്മ. പിന്നെ സേഫ്റ്റി, ഓക്കെ, പേഷ്യന്റിന്റെ സുരക്ഷിതത്വം. മറ്റൊന്ന് ഇൻഫെക്ഷൻ കൺട്രോൾ, അണുബാധ നിയന്ത്രണം. ഈ 3 മാനുവലുകളും നിർബന്ധമായിട്ടും ഒരു ഹോസ്പിറ്റലിനകത്ത് ഉണ്ടായിരിക്കണം. മനസ്സിലായോ? ഏതൊക്കെയാണ്? ക്വാളിറ്റി, സേഫ്റ്റി, ഇൻഫെക്ഷൻ കൺട്രോൾ. ഈ 3 മാനുവലുകൾ കേട്ടോ. എന്നിട്ട് എന്താണ് പറയുന്നത്? These 3 manuals must be assessed and revised every year. ഈ പറയുന്ന ഈ ക്വാളിറ്റി, സേഫ്റ്റി, ഇൻഫെക്ഷൻ കൺട്രോളുമായിട്ട് ബന്ധപ്പെടുന്ന ഈ 3 മാനുവൽസും ഓരോ വർഷവും, എവരി ഇയർ ആണ് പറഞ്ഞത്, ഓരോ വർഷവും എന്താണ് കൃത്യമായിട്ട് വിലയിരുത്തുകയും വേണം, പരിഷ്കരിക്കുകയും വേണം. അതൊരു നിർബന്ധമായിട്ടും NABH അക്രഡിറ്റേഷന് വേണ്ട ഒരു റിക്വയർമെന്റ് ആണ് കേട്ടോ ഈ പറയുന്നത്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ മാനുവൽ. മാനുവൽ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ക്വാളിറ്റി, സേഫ്റ്റി, ഇൻഫെക്ഷൻ കൺട്രോൾ കേട്ടോ. ഇത് 3ഉമായിട്ട് ബന്ധപ്പെട്ട മാനുവലുകള് ഓരോ വർഷം, എവരി ഇയർ ആണ് അവർ പറയുന്നത്, ഓരോ വർഷവും നിർബന്ധമായിട്ട് അത് വിലയിരുത്തണം, അത് റിവൈസ് ചെയ്യണം കേട്ടോ, പരിഷ്കരിക്കുകയും വേണം. അതാണ് ഒന്നാമത്തെ റിക്വയർമെന്റ്. രണ്ടാമത്തത് പറയുന്നത് കമ്മിറ്റീസ് ആണ് കേട്ടോ. ചില കമ്മിറ്റി, ആ പേര് കേൾക്കുമ്പോൾ തന്നെ കുറെയൊക്കെ നമുക്ക് മനസ്സിലാവും കേട്ടോ. കമ്മിറ്റികൾ നോക്കുക, 8 എണ്ണം ഉണ്ട്. ഒന്നാമത്തത് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ പറഞ്ഞപ്പോ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി, ആ ഒരു കമ്മിറ്റി നിർബന്ധമാണ് കേട്ടോ ഹോസ്പിറ്റലിന്. അപ്പൊ ഒന്ന് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. ഇപ്പൊ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ, അണുബാധ നിയന്ത്രണ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണത്. രണ്ടാമത്തത് ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി കമ്മിറ്റി കേട്ടോ. അറിയാലോ, ക്വാളിറ്റി ആൻഡ് അവരുടെ ഗുണനിലവാരം, പേഷ്യന്റിന്റെ സുരക്ഷിതത്വം, അതൊക്കെ ഉറപ്പാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ഒരു കമ്മിറ്റി. ദാറ്റ് ഈസ് കോൾഡ് ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി കമ്മിറ്റി. ഈ ചാപ്റ്ററിനകത്ത് തന്നെ നമ്മൾ പഠിച്ചിരുന്നു. ക്വാളിറ്റി മാനേജ്മെന്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് കുറെ സ്റ്റാഫിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചെന്ന് ഓർമ്മയില്ല? 2 ക്ലാസ്സിന് അതേ സംഭവം കണ്ടാ. ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് കുറെ സ്റ്റാഫിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കമ്മിറ്റി തന്നെയാണ് കേട്ടോ അത്. അപ്പൊ അത് വേണം.
പിന്നെ പറയുന്നത് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. TTC എന്ന് പറഞ്ഞ് പഠിച്ചത് ഓർമ്മയുണ്ടോ? ഫാർമസിക്കകത്ത് ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറഞ്ഞത് അത് തന്നെയാണ് കേട്ടോ. ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, മരുന്നുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ നമുക്ക് അധികം ഫെമിലിയർ അല്ലാത്തൊരു കമ്മിറ്റിയാണ് കോഡ് ബ്ലൂ കമ്മിറ്റി കേട്ടോ. അത് നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാവില്ല. കോഡ് ബ്ലൂ കമ്മിറ്റി എന്താണ് ഈ കോഡ് ബ്ലൂ കമ്മിറ്റി? കോഡ് ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വേറൊന്നുമല്ല, ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് കേട്ടോ. മൾട്ടി ഡിസിപ്ലിനറി ഒരു കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റി വന്നിട്ട് മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയാൻ കാരണം എന്താണ്? ഏതെങ്കിലും ഒരു വിഭാഗത്തിലുള്ള ആൾക്കാരല്ല, ആ ഒരു ഹോസ്പിറ്റലിന്റെ പല പല വിഭാഗങ്ങളിൽ പെടുന്ന എന്താ പറയാ ഹെൽത്ത് പ്രൊഫഷണൽസ് അല്ലെങ്കിൽ മെഡിക്കൽ ഫാക്കൽറ്റീസ് ഒക്കെ അടങ്ങുന്ന ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു ടീമാണ് കോഡ് ബ്ലൂ കമ്മിറ്റി അല്ലെങ്കിൽ കോഡ് ബ്ലൂ ടീം എന്ന് പറയുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം വേറൊന്നുമല്ല, ഈ കാർഡിയാക് അറസ്റ്റ് അതുപോലെ തന്നെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഈ ഒരു കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതായത് പെട്ടെന്ന് അടിയന്തര ലൈഫ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ചില എമർജൻസി സിറ്റുവേഷൻ ഒക്കെ വരില്ല. ഇപ്പൊ കാർഡിയാക് അറസ്റ്റ് പോലെ ഹാർട്ട് അറ്റാക്ക് വരിക, ലൈഫിന് പെട്ടെന്ന് പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് ലൈഫ് എന്താ പറയാ സപ്പോർട്ടിംഗ് ഫെസിലിറ്റീസ് ഒക്കെ അങ്ങനെയുള്ള എമർജൻസി കേസുകളൊക്കെ വരുമ്പോൾ അതിനെയൊക്കെ കൈകാര്യം ചെയ്യുക, അതുപോലെ അത്തരം കാര്യങ്ങൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു കമ്മിറ്റിയാണ് കോഡ് ബ്ലൂ കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പൊ കോഡ് ബ്ലൂ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഓർക്കുക, കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ എമർജൻസി കേസുകളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിയാണ്. ഈ ഒരു കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റിയാണ് കേട്ടോ. ഒരുപാട് പല പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള മെഡിക്കൽ ഫാക്കൽറ്റീസ് ഉണ്ടാവും. അതിനകത്ത് അനസ്തേഷ്യോളജി വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ടാവും, കാർഡിയോളജി വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ടായിരിക്കും, നഴ്സിംഗ് വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ടായിരിക്കും, ക്വാളിറ്റി അഷുറൻസ് വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റിയാണ് കേട്ടോ. അവരുടെ പർപ്പസ് മനസ്സിലായല്ലോ, അതാണ് കോഡ് ബ്ലൂ കമ്മിറ്റി കേട്ടോ. അടുത്തതാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി. നമ്മൾ ബ്ലഡ് ബാങ്ക് പഠിച്ചതാണ്. അപ്പൊ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാം അല്ലെ. ബ്ലഡിനെ ഒരു ഡോണറിൽ നിന്നും റെസിപ്പിയന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ അന്ന് പറഞ്ഞില്ലേ, ടെസ്റ്റുകൾ അത് ഇത് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് കേട്ടോ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി. ഓക്കെ. പിന്നെ പറയുന്നത് മെഡിക്കൽ റെക്കോർഡ് റിവ്യൂ കമ്മിറ്റി. അതായത് പേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം മെഡിക്കൽ റെക്കോർഡ്സുകൾ ഉണ്ട് അല്ലെ. ഓരോ പേഷ്യന്റിനും സംബന്ധിക്കുന്ന മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടായിരിക്കും. ആ മെഡിക്കൽ റെക്കോർഡ്സുകളെല്ലാം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അവലോകനം ചെയ്യുന്നതിനുമായിട്ടുള്ള ഒരു കമ്മിറ്റി ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കും. അതാണ് മെഡിക്കൽ റെക്കോർഡ് റിവ്യൂ കമ്മിറ്റി കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഡിസിപ്ലിനറി ആൻഡ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റി കേട്ടോ. ഡിസിപ്ലിനറി ആൻഡ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റി. ഗ്രീവൻസ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പരാതികളാണ് കേട്ടോ. അതായത് ഈ പറയുന്ന പരാതികൾക്ക് പരിഹാരം കാണുക. പ്രത്യേകിച്ച് ഇവർ പറയുന്നത് ഡിസിപ്ലിനറി ആൻഡ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റി. അതായത് ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ പ്രവർത്തിക്കുന്ന ജീവനക്കാര്, അവരുടെ ബിഹേവിയർ, അവരുടെ കണ്ടക്ട് അല്ലെ, അവരുടെ പെരുമാറ്റം, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ചില പ്രശ്നങ്ങൾ, അതുമായിട്ട് വരുന്ന പ്രശ്നങ്ങൾക്ക് പരാതികൾക്കൊക്കെ പരിഹാരം കാണുക, അവരോടുള്ള അച്ചടക്ക നടപടികളൊക്കെ സ്വീകരിക്കുക, അതിനൊക്കെയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിയാണ് കേട്ടോ ഡിസിപ്ലിനറി ആൻഡ് ഗ്രൈവൻസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റി. ഡിസിപ്ലിനറി എന്ന് വെച്ചാൽ അച്ചടക്കമാണ് കേട്ടോ. ഇവിടെ അച്ചടക്ക നടപടികളൊക്കെ എടുക്കില്ലേ. ഇപ്പൊ ചില ജീവനക്കാരെ ശരിയായിട്ടുള്ള രീതിയിൽ മോശമായിട്ട് പെരുമാറുകയാണെങ്കിൽ അവർക്കെതിരെ നമ്മൾ അച്ചടക്ക നടപടികൾ സ്വീകരിക്കും എന്ന് പറഞ്ഞ് അവരിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരാതി കൊടുക്കാനൊക്കെ അത്തരം കാര്യങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന കമ്മിറ്റിയാണ് കേട്ടോ. ഓക്കെ. അടുത്തതാണ് എന്ത്? ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി കേട്ടോ. ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ പ്രധാനമായിട്ടും വിത്തിൻ ദ ഹോസ്പിറ്റലിനകത്ത് നടക്കുന്ന പേഷ്യൻസിന്റെ അവകാശങ്ങള് അല്ലെങ്കിൽ അവർക്കെതിരെ നടക്കുന്ന എന്തെങ്കിലും സെക്ഷുവൽ ഹരാസ്മെന്റ് അതുമായിട്ടൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാനുള്ള കമ്മിറ്റിയാണ് കേട്ടോ ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി. മനസ്സിലായോ? കമ്മിറ്റി എന്തിനാണെന്നൊന്നും നിങ്ങളോട് ചോദിക്കില്ല. കമ്മിറ്റിയുടെ പേരൊക്കെ ഓർത്തു വെക്കുക കേട്ടോ. ഇതെല്ലാം തന്നെ NABH അക്രഡിറ്റേഷന് നിർബന്ധമായിട്ടും വേണ്ട കമ്മിറ്റികളാണ് കേട്ടോ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി, ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി കമ്മിറ്റി, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, കോഡ് ബ്ലൂ കമ്മിറ്റി, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി, മെഡിക്കൽ റെക്കോർഡ് റിവ്യൂ കമ്മിറ്റി, ഡിസിപ്ലിനറി ആൻഡ് ഗ്രൈവൻസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റി ആൻഡ് ഇന്റേണൽ
കംപ്ലൈന്റ്സ് കമ്മിറ്റി. നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞത്, ഇന്നതാണെന്നുള്ളത് പറഞ്ഞത്. അതൊന്നും ചോദിക്കില്ല കേട്ടോ നിങ്ങളുടെ അടുത്ത്. കോഡ് ബ്ലൂ ആണ് നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരിക, വേറൊന്നുമല്ല. കാർഡിയക് അറസ്റ്റ് അല്ലെങ്കിൽ ലൈഫ് സപ്പോർട്ടിംഗ് എമർജൻസി കേസുകൾ വരുമ്പോൾ അതിനൊക്കെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാനായിട്ട് ഉത്തരവാദിത്തപ്പെടുന്ന കമ്മിറ്റിയാണ് കേട്ടോ കോഡ് ബ്ലൂ കമ്മിറ്റി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. അതന്നെ, കാർഡിയക് അറസ്റ്റ് പോലെ പെട്ടെന്ന് വല്ല എമർജൻസി കേസൊക്കെ വരില്ലേ, അതിനൊക്കെ റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു കമ്മിറ്റിയാണ്. ഓക്കെ, ഒന്ന് വായിക്കാമോ നിങ്ങള്? ഈ പറഞ്ഞ മാനുവൽ എന്താണ്, കമ്മിറ്റി എന്താണെന്ന് ഒന്ന് 2 മിനിറ്റ് വായിച്ചേ. ഞാനൊന്ന് കുറച്ച് വെള്ളം കുടിക്കട്ടെ. വായിച്ചു നോക്കിയാണ്? ഓക്കെ ആണല്ലോ, ശരി. അപ്പൊ നമുക്കിനി മൂന്നാമത്തെ റിക്വയർമെന്റിലോട്ട് വരാം കേട്ടോ. അപ്പൊ മാനുവൽസ് നമ്മൾ പറഞ്ഞു, കമ്മിറ്റി നമ്മൾ കണ്ടു. ഇനി മൂന്നാമത്തെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ അഥവാ KPI എന്നാണ് കേട്ടോ പറയാം. എന്താണ് പറയാ? KPI. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയില്ല നിങ്ങൾക്ക്? ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞപ്പോ നമ്മൾ അവിടെ ഒരു ഇത് പറഞ്ഞിരുന്നു. 10ാമത്തെ പോയിന്റ് ആയിട്ട് സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽ MIS KPI ആൻഡ് റിപ്പോർട്ട് ആക്ഷൻസ് ടേക്കൺ പറഞ്ഞത് ഓർമ്മയുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ അല്ലെ എന്ന് പറഞ്ഞാല് ഒരു ഹോസ്പിറ്റലിന്റെ പ്രകടനം അല്ലെ, അതിന്റെ ഒരു പെർഫോമൻസ് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനും വിലയിരുത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു കൂട്ടം സൂചകങ്ങൾ കേട്ടോ. അതാണ് അവിടെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ വേറൊരു പേരും കൂടെ പറയും കേട്ടോ, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയും കേട്ടോ. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാലും കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. കാര്യം ക്വാളിറ്റി ഉറപ്പാക്കുന്ന ഒരു കൂട്ടം സൂചകങ്ങളാണ് കേട്ടോ. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് 32 mandated by NABH 32 എണ്ണം നിർബന്ധമായിട്ടും വേണ്ട ഒരു 32 എണ്ണം ഉണ്ട്. 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകളാണ് ഇനി നമ്മൾക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പൊ ഇത് 32 എണ്ണം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു അയ്യോ ഇത് എന്താണെന്നൊന്നും തോന്നണ്ട, സിമ്പിൾ ആണ് കേട്ടോ. വായിച്ച എളുപ്പം മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതൊക്കെ ഒന്ന് എന്താ പറയാ മനസ്സിലാക്കി വെക്കുക, കാണാപ്പാടൊന്നും പഠിക്കണ്ട കേട്ടോ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണെന്നുള്ളത് അറിഞ്ഞിരിക്കും. ഒന്നാമത്തത് 32 എണ്ണം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് നമുക്ക് നോക്കാം, ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യൻസ്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഫസ്റ്റ് ഇൻഡിക്കേറ്റർ എന്താണ്? ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യൻസ്. ഇൻഡോർ പേഷ്യൻസ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇൻ പേഷ്യൻസ് തന്നെയാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. അതായത് ഈ പറയുന്ന ഇൻ പേഷ്യൻസിന്റെ പ്രാഥമിക വിലയിരുത്തലിന് എടുത്ത സമയം, അതൊരു ഇമ്പോർട്ടൻറ്റ് സൂചകമാണ് കേട്ടോ. അതാണ് ഇൻ പേഷ്യൻസിന്റെ അഥവാ ഇൻഡോർ പേഷ്യൻസിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലിന്. ആദ്യം തന്നെ രോഗിനെ കൊണ്ടുവരുമ്പോൾ നമ്മളൊരു പ്രൈമറി അസസ്മെന്റ് ഒക്കെ അവരിൽ നടത്തി അല്ലെ, ചില അസസ്മെന്റുകളൊക്കെ നടത്തിയതിന് ശേഷമാണ് നമുക്കപ്പോ ഒരു ഐഡിയ കിട്ടും. എന്നിട്ടാണ് നമ്മൾ പിന്നീട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റിലേക്ക് നമ്മൾ കടക്കുന്നത്. ഇവിടെ ആദ്യത്തെ ഇൻഡിക്കേറ്റർ അതാണ്, ഇൻ പേഷ്യൻസിന് കൊടുക്കുന്ന പ്രാഥമിക വിലയിരുത്തലിന് എടുത്ത സമയം, ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യൻസ് അഥവാ ഇൻ പേഷ്യൻസ്. ഫസ്റ്റ് ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. രണ്ടാമത്തത് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. ഓക്കെ, ഡിസ്ചാർജിന് എടുത്ത സമയം, അതൊരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജിന് എടുത്തിട്ടുള്ള സമയം. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാൻ പറ്റും അതിൽ നിന്ന് ക്വാളിറ്റിയാണ് മെഷർ ചെയ്യുന്നത്. എത്ര സമയം എടുത്തിട്ടാണ് അവര് ഓരോ പേഷ്യന്റിനെയും ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പൊ ഡിസ്ചാർജ് പ്രൊസീജിയർ ഒക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൽ ഡിലേ വരുന്നുണ്ടോ, അതുമൂലം പേഷ്യൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സൂചകങ്ങളൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ. അതിനനുസരിച്ച് റെമഡിയൽ മെഷേഴ്സ് ഒക്കെ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്, ഡിസ്ചാർജിന് എടുത്ത സമയം. മൂന്നാമത്തത് ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ കണക്റ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ ദ അഡ്മിഷൻ. ഒന്നുകൂടെ വായിക്കാം കേട്ടോ. ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ കണക്റ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ.
എന്താ അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്താണ് ഈ പ്രഷർ അൾസർ എന്നുള്ളത് പഠിച്ചിരിക്കണം അല്ലെ. പ്രഷർ അൾസർ എന്താണെന്ന് മനസ്സിലാക്കിയാലാണ് ഈ സെന്റൻസിന്റെ ഇത് നമുക്ക് കിട്ടുള്ളൂ, അർത്ഥം കിട്ടുള്ളൂ. പ്രഷർ അൾസർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരുതരം രോഗാവസ്ഥയാണ് കേട്ടോ, രോഗാവസ്ഥയാണ്. രോഗാവസ്ഥ എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് ആഫ്റ്റർ അഡ്മിഷൻ എന്നാണ് അവർ പറഞ്ഞത്. അതായത് ഹോസ്പിറ്റലിൽ നമ്മൾ പ്രവേശിക്കപ്പെട്ടതിന് ശേഷം. അത് നിങ്ങൾ ചിന്തിക്കരുത് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആണോ എന്ന്, അതല്ല കേട്ടോ. അത് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ അല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്. ഇത് പക്ഷെ നമ്മൾ നിരന്തരം, അതായത് ഒരു നീണ്ട കാലം നമ്മൾ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് സ്റ്റേ ചെയ്യാണെന്ന് വിചാരിക്കാം. പ്രത്യേകിച്ച് ഈ ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസ്, ബെഡിൽ കിടക്കുന്ന പേഷ്യൻസ് ഉണ്ടല്ലോ, അവർക്ക് വരുന്ന ഒരു രോഗാവസ്ഥയാണ് പ്രഷർ അൾസർ എന്ന് പറയുന്നത്. അത് വേറൊന്നുമല്ല, കുറെ കാലങ്ങളോളം നമ്മൾ ആ ഒരു ബെഡിൽ കിടക്കില്ലേ, ഈ ബെഡിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഈ സ്കിന്ന്, അതായത് ഈ പേഷ്യന്റിന്റെ സ്കിന്നും ഈ പ്രതലം, ബെഡിന്റെ പ്രതലവും തമ്മിൽ ഇങ്ങനെ ഒരുപാട് നാള് കോണ്ടാക്റ്റിൽ വരുമ്പോൾ എന്തുണ്ടാവുന്ന വെച്ചാൽ ഈ സ്കിന്നിന്റെ അല്ലെങ്കിൽ അവിടുത്തെ വളരെ മൃദുവായിട്ടുള്ള ടിഷ്യൂസിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയും, രക്തവിതരണം കുറയും. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അവിടുത്തെ ബ്ലഡ് സെൽസ് ഒക്കെ നശിക്കാൻ തുടങ്ങും. നശിക്കുമ്പോൾ വരുന്ന ആ ഒരു ഇതാണ് പ്രഷർ അൾസറാണ്. ആ പ്രഷർ മൂലം ആ ബെഡിന്റെ പ്രതലവുമായിട്ട് നീണ്ട കാലം ഇങ്ങനെ കിടക്കുമ്പോൾ ആ സ്കിന്നും ആ പ്രതലവും തമ്മിൽ തട്ടുമ്പോൾ ഒരു പ്രഷർ അവിടെ വരുന്നുണ്ടല്ലോ. ആ ഒരു പ്രഷർ മൂലം ഉണ്ടാകുന്ന അൾസേഴ്സ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്കിൻ ഡാമേജ് ആണ്. നമുക്ക് തന്നെ അറിയാതെ പൊട്ടുന്നത്. വീട്ടിലൊക്കെ വയസ്സായ ആളുകൾ ഉണ്ടാവില്ലേ, കിടപ്പ് രോഗികൾ ഉണ്ടാവില്ലേ, ഇപ്പൊ യൂറിനേഷൻ എല്ലാം ബെഡിൽ തന്നെ ചെയ്യുന്ന രോഗികൾ ഉണ്ടാവും. അപ്പൊ വയസ്സായ ആൾക്കാര്, അപ്പൊ അവരെ സംബന്ധിച്ച് നോക്കുന്നത് അറിയാലോ, ഇങ്ങനെ ഒരുപാട് കിടന്നു പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എന്ന് പറയുമ്പോൾ അവരുടെ സ്കിന്നിന് പൊട്ടും, പഴുപ്പും, ചോര വരും, ഭയങ്കര പ്രശ്നങ്ങളാണ്. പൗഡറൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ചെയ്ത് എന്റെ ഒരു ഫാമിലിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മാമന്റെ അമ്മയായിരുന്നു. മാമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ഹസ്ബൻഡ്, അവരുടെ അമ്മ. അപ്പൊ അവര് ഇതുപോലെ തന്നെ കിടന്ന് പോയിട്ട് ഈ പറഞ്ഞ പോലെ ഒന്നും എല്ലാം ബെഡിൽ തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് ഈ കുറേ നാളുകളോളം കിടന്നിട്ടേ, കാര്യം നമ്മൾ എന്നും ക്ലീൻ ചെയ്യും എങ്കിൽ കൂടിയും സ്കിൻ ഇങ്ങനെ ഡാമേജ് ആയിട്ട് പൊട്ടുക, പഴുക്കുക, അങ്ങനെയൊക്കെ വരുമ്പോ പൗഡർ ഇടുക, പിന്നെ വാട്ടർ ബെഡിലോട്ട് മാറ്റി, അങ്ങനെയൊക്കെ പല രീതിയിലൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കേസുകളാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. വാട്ടർ ബെഡാണ് ഇപ്പൊ കൂടുതൽ നല്ലത്. പിന്നീട് വാട്ടർ ബെഡിലോട്ട് മറ്റേ സ്കിന്നൊക്കെ പൊട്ടിയിട്ട് ചോരയൊക്കെ വരും, നമുക്ക് തന്നെ ഒരു വിഷമം തോന്നുന്ന ആ ഒരു അവസ്ഥ. അങ്ങനെയുള്ള കേസാണ് കേട്ടോ ഇവിടെ പറയുന്നത്. അപ്പൊ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ കണക്റ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ ട്ടോ. അതെ അതെ, ഇല്ലെങ്കിൽ എയർ ബെഡ്. അതെ, സാധാ ബെഡ് പറ്റില്ല. പക്ഷെ നമ്മുടെ ഹോസ്പിറ്റലിൽ എന്നൊക്കെ പറയുമ്പോൾ വാട്ടർ ബെഡ് ഒന്നും അവൈലബിൾ അല്ല. പേഷ്യൻസിന് പൊതുവെ സാധാരണ ബെഡ് തന്നെയാണ് കൊടുക്കുന്നത്. അത്യാവശ്യം കട്ടിയുണ്ട് ആ ബെഡിന്. അപ്പൊ ഈ ബെഡിൽ ഇങ്ങനെ നിരന്തരമായിട്ട് ട്രീറ്റ്മെന്റിന് വേണ്ടി കിടക്കുന്ന ബെഡ് റിഡൻ പേഷ്യൻസിന്റെ ആണ് കൂടുതൽ എഫക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ആ സ്കിന്നുണ്ടല്ലോ, ആ സ്കിന്നിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയും. അപ്പൊ ആ സ്കിന്ന് ഡാമേജ് ആവുകയും പൊട്ടുക, അങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരും. ആഫ്റ്റർ അഡ്മിഷൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അഡ്മിഷൻ ചെയ്തതിന് ശേഷമാണ്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ കേട്ടോ, അതിന്റെയൊക്കെ നമ്പർ എത്രത്തോളം അത് സംഭവിക്കുന്നതിന് ശതമാനം റേറ്റ് ഒക്കെ അവര് നോക്കും. അതൊരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇൻസിഡൻസ് ഓഫ്, ക്ലിയർ ആയില്ലേ ഞാൻ പറഞ്ഞത്, ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ കണക്റ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. ഓക്കെ, ആദ്യത്തെ നമ്മൾ എന്താ പറഞ്ഞ, ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യൻസ് അല്ലെ. ഇൻ പേഷ്യന്റിന്റെ പ്രാഥമിക വിലയിരുത്തലിനെടുത്ത സമയം, ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജിനെടുത്ത സമയം, പിന്നെ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ കണക്റ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ ദ അഡ്മിഷൻ. ഓക്കെ, ഇനി നാലാമത്തെ ഇൻഡിക്കേറ്റർ എന്താണ്, നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ per 1000 ഇൻവെസ്റ്റിഗേഷൻ. അതാണ് നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ per 1000 ഇൻവെസ്റ്റിഗേഷൻ. അതായത് ഓരോ 1000 ഇൻവെസ്റ്റിഗേഷൻസിലും വരുന്ന എററുകളുടെ എണ്ണം. ഓക്കെ, അതായത് ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പേഷ്യൻസിനെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും അല്ലെ. അതിൽ നടത്തുമ്പോൾ ചില ഇൻവെസ്റ്റിഗേഷൻ റോങ് ആയിട്ട് വരാം. ഇൻവെസ്റ്റിഗേഷൻ ഇൻ ദ സെൻസ് ഡയഗ്നോസിസ് ആവാം, രോഗനിർണയമാവാം അല്ലെ. ചിലപ്പോൾ നമ്മൾ ചില രോഗിയെ പറ്റി ഒരു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പ്രോപ്പർ റൂട്ടിലാവണമെന്നില്ല, കറക്റ്റ് ആവണമെന്നില്ല. അതുമൂലം പേഷ്യൻസിന് ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാം, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിൽ ചില പാകപ്പിഴകൾ വരാം. ശരിയായ കറക്റ്റ് രോഗനിർണയം നടത്തിയാലാണ് അതിനനുസരിച്ചിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. ഇവിടെ പറയുന്നത് ഓരോ 1000 അന്വേഷണങ്ങളിലും ഉണ്ടാകുന്ന എററുകളുടെ എണ്ണമാണ് കേട്ടോ. എററുകൾ വരാലോ, ഇൻവെസ്റ്റിഗേഷൻ ചിലത് തെറ്റിപ്പോവാം അല്ലെ. അപ്പൊ അങ്ങനെ വരുന്നതിന്റെ നമ്പർ എത്ര ഉണ്ട് എന്നുള്ളത് ഒരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. ഓക്കെ, നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ per 1000 ഇൻവെസ്റ്റിഗേഷൻ, ഓരോ 1000 ഇൻവെസ്റ്റിഗേഷനിൽ വരുന്ന എററുകളുടെ, റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എററുകളുടെ എണ്ണം. ഓക്കെ, അടുത്തത് നമ്പർ ഓഫ് വാരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ്. അതാണ് നമ്പർ ഓഫ് വാരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ്. അതായത് മോക്ക് ഡ്രിൽസിൽ വരുന്ന
വ്യതിയാനങ്ങളുടെ എണ്ണം. അപ്പൊ എന്താണ് മോക്ക് ഡ്രില്ല്? നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട് മോക്ക് ഡ്രില്ല്. വേറൊന്നുമല്ല, ഈ ദുരന്തം അങ്ങനെയൊക്കെ ഡിസാസ്റ്റർ ഒക്കെ വരുന്നതിന്റെ മുന്നോടിയായിട്ട്, അല്ലെങ്കിൽ അതിനൊരു അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാല് അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് അവിടുത്തെ ആളുകളെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടി ചെയ്തൊരു ടെസ്റ്റിംഗ് അല്ലെ, ഒരു ടെസ്റ്റിംഗ് പോലെയാണ് മോക്ക് ഡ്രില്ല്. സ്കൂളുകളിലൊക്കെ മോക്ക് ഡ്രില്ല് നടത്താറുണ്ട് അല്ലെ, സ്കൂളില്, ഹോസ്പിറ്റലില്, മറ്റു പല സ്ഥാപനങ്ങളിലൊക്കെ മോക്ക് ഡ്രില്ല് അതൊരു പ്രിക്കോഷൻ ആണ്. എന്തെങ്കിലും ഇപ്പൊ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ തന്നെ പെട്ടെന്ന് ഒരു തീ പിടിച്ച ഇങ്ങനെ ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യും. അപ്പൊ അത് വേണമെങ്കിൽ ഒരു മോക്ക് ഡ്രില്ല് പോലെ അവിടുത്തെ ആളുകൾക്ക് നമുക്ക് ട്രെയിൻ ചെയ്യിക്കും അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത് ഇങ്ങനെ മോക്ക് ഡ്രിൽസ് നടത്തുമ്പോൾ അതിലുണ്ടാകുന്ന വ്യതിയാനങ്ങളുടെ എണ്ണം. അതായത് ഇപ്പൊ ഒരു NABH ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഒരു ക്രൈറ്റീരിയ ഉണ്ട്. എന്തെങ്കിലും ഡിസാസ്റ്റേഴ്സും മറ്റും വരുമ്പോൾ ഇന്ന രീതിയിൽ ആ ഒരു സ്റ്റാൻഡേർഡിൽ വേണം അവിടുത്തെ പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കേണ്ടത്. അതിൽ നിന്നും വരുന്ന സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ടുള്ളതിൽ നിന്നും ചില വ്യതിയാനങ്ങൾ വരാനുണ്ട്. അപ്പൊ അത് നമുക്ക് മോക്ക് ഡ്രിൽസിലൂടെയാണ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ മോക്ക് ഡ്രിൽസിലൊക്കെ വരുന്ന വ്യതിയാനങ്ങളുടെ എണ്ണം. എന്തായാലും ഈ മോക്ക് ഡ്രില്ലിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയല്ലേ ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ നമ്മൾ ചെയ്യാം. അപ്പൊ ഈ മോക്ക് ഡ്രില്ലില് എത്രത്തോളം സ്റ്റാൻഡേർഡിൽ നിന്ന് വ്യതിയാനങ്ങൾ വരുന്നുണ്ട്, NABH പറഞ്ഞ സ്റ്റാൻഡേർഡിൽ നിന്ന് എത്രത്തോളം വാരിയേഷൻസ് വരുന്നുണ്ട്, അതിന്റെ എണ്ണം അവിടെ ഒരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. ഓക്കെ, നമ്പർ ഓഫ് വാരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ്. ക്ലിയർ ആയല്ലോ? മനസ്സിലാവുന്നില്ലേ പറയുന്നത്? ഓക്കെ, അടുത്തത് പെർസെന്റേജ് ഓഫ് അഡ്ഹിയറൻസ്. മോളെ മോക്ക് ഡ്രിൽസ് ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, നീ ഇത് കേട്ടില്ലേ മോക്ക് ഡ്രിൽസ് എന്താന്നുള്ളത്? അതായത് വല്ല ദുരന്തം അതൊക്കെ വരില്ലേ, അതിന് പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആളുകളെ എന്താണ് ട്രെയിൻ ചെയ്യിക്കുകയാണ് നമ്മൾ. ഇപ്പൊ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ ഇപ്പൊ പെട്ടെന്ന് തീ പിടിച്ചു എന്ന് വിചാരിക്കാം. ഇപ്പൊ പെട്ടെന്ന് തീ പിടിക്കുന്ന സന്ദർഭത്തിൽ അവിടെയുള്ള രോഗികളെ നമ്മൾ ഇവാക്വേറ്റ് ചെയ്യണം അല്ലെ. സേഫ് ആയിട്ട് ഇവാക്വേറ്റ് ചെയ്യാനായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, ഒരു പ്രിക്കോഷൻ ആണ്. അങ്ങനെ വന്നിട്ടല്ല, വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും എന്നുള്ളതിന് ഒരു ട്രെയിനിങ് കൊടുക്കണ്ടേ ആളുകൾക്ക്. അതാണ് അവിടെ മോക്ക് ഡ്രിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മുടെ സ്കൂളുകളിലൊക്കെ മോക്ക് ഡ്രില്ല് നടത്താറുണ്ട്, അതുപോലെ ഹോസ്പിറ്റലിലും മറ്റ് ഇവിടെയൊക്കെ നടത്താറുണ്ട് മോക്ക് ഡ്രില്ല് കേട്ടോ. ക്ലിയർ ആയില്ലേ നീതുവിന്? ഓക്കെ, കട്ടായി പോയില്ലേ? ഓക്കെ, ശരി ശരി ശരി. ഇപ്പൊ ക്ലിയർ ആയില്ലേ മോക്ക് ഡ്രില്ല് എന്താന്ന്? ആ മോക്ക് ഡ്രില്ലിൽ വരുന്ന വ്യതിയാനങ്ങളുടെ എണ്ണം കേട്ടോ. അടുത്തത് പിന്നെന്താണ്? ഒരെണ്ണം കൂടെ പറഞ്ഞു നിർത്താട്ടോ. എനിക്കും മടുത്തു, കേട്ടിരിക്കണം നിങ്ങൾക്ക് അതിനേറെ മടുത്തിട്ടുണ്ടാവും എനിക്കറിയാം. ഒന്നുകൂടെ ഒരു പോയിന്റോട് പറയട്ടെ നമുക്ക്. അതായത് പെർസെന്റേജ് ഓഫ് അഡ്ഹിയറൻസ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ ദ സ്റ്റാഫ് വർക്കിംഗ് ഇൻ ഡയഗ്നോസ്റ്റിക്സ്. എന്താണ് പറയുന്നത്? ഇവിടെ വായിക്കട്ടോ. പെർസെന്റേജ് ഓഫ് അഡ്ഹിയറൻസ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ ദ സ്റ്റാഫ് വർക്കിംഗ് ഇൻ ഡയഗ്നോസ്റ്റിക്സ്. ഈ ഡയഗ്നോസ്റ്റിക്സ് ഏതൊക്കെയാ? നമ്മുടെ ഡയഗ്നോസ്റ്റിക്സ് ഏതൊക്കെയാ രോഗനിർണയം നടത്തുന്നത്? ലബോറട്ടറി അല്ലെ, റേഡിയോളജി, ഇതൊക്കെയല്ലേ രോഗനിർണയം നടത്തുന്ന ടെക്നിക്കുകൾ. യെസ്, അപ്പൊ അത്തരം ഡയഗ്നോസ്റ്റിക് വിഭാഗത്തില് എന്താ പറയാ ജോലി ചെയ്യുന്ന ജീവനക്കാര് സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുന്നതിന്റെ ശതമാനം. നമ്മൾ ലബോറട്ടറി സെപ്പറേറ്റ് പഠിച്ചു, റേഡിയോളജി നിങ്ങൾ പഠിച്ചതാണ്. അതിലെല്ലാം തന്നെ സേഫ്റ്റി മെഷേഴ്സിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് അല്ലെ. അവിടുത്തെ ജീവനക്കാർ പാലിക്കേണ്ട ചില സേഫ്റ്റി മെഷേഴ്സ് അല്ലെ, സുരക്ഷാ മുൻകരുതലുകൾ, അതൊക്കെ അവർ എത്രത്തോളം പാലിക്കുന്നുണ്ട് അതിന്റെ ഒരു പെർസെന്റേജ്, ശതമാനം. മനസ്സിലായല്ലോ? ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തില് ജോലി ചെയ്യുന്ന ജീവനക്കാര് സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുന്നതിന്റെ ശതമാനം, അതൊരു ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, ക്ലിയർ ആയോ? 5 നമ്മൾ പറഞ്ഞില്ല, 6 പറഞ്ഞു അല്ലെ. ഇനി 32 എണ്ണം ഉണ്ട് കേട്ടാ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോ ഇത് പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ്, കുറച്ച് ഭാഗം എടുത്തുള്ളൂ കേട്ടാ, പക്ഷെ കൂടുതൽ പറയാനുള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മള് NABH NAB 2ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, ബെഡിന്റെ എണ്ണം നോക്കണം കേട്ടോ, ലെസ് ദാൻ 50 ബെഡ്സ്, അതുകൊണ്ടാണ് സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. മോർ ദാൻ 50 ബെഡ്സ് ആണെങ്കിലോ ജനറലി ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു NABHന്റെ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അതില് ക്ലിനിക്കൽ, നഴ്സിംഗ്, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയകളിലുള്ള എല്ലാ മെഡിക്കൽ ഫാക്കൽറ്റീസ്, ഏറ്റവും എസ്റ്റീംഡ് ആയിട്ടുള്ള മെഡിക്കൽ ഫാക്കൽറ്റീസ് അടങ്ങുന്ന ഒരു ടെക്നിക്കൽ കമ്മിറ്റിയാണ് NABHന്റെ സ്റ്റാൻഡേർഡ്സുകൾ എല്ലാം തന്നെ ഫോർമുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവരുന്ന നിയമങ്ങള്, ചട്ടങ്ങള്, അതിന്റെ ആവശ്യകതകളും കൂടെ പരിഗണിച്ചിട്ടാണ് NABH അതിന്റെ മാനദണ്ഡങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്നത്. ഇനി NABH
NABHന്റെ ഗൈഡ് ബുക്കിനകത്ത് പഠിച്ചു വെക്കണം 10 ചാപ്റ്റേഴ്സ്, 100 സ്റ്റാൻഡേർഡ്, 651 ഒബ്ജക്റ്റീവ് യൂണിറ്റ്. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാല് ക്വാളിറ്റി സേഫ്റ്റി ഒക്കെ ഉറപ്പാക്കാനായിട്ട് ഏതൊരു ഹോസ്പിറ്റലും ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കൂട്ടം മാർഗനിർദ്ദേശങ്ങൾ കേട്ടോ. ആ സെന്റൻസ് ഓർത്ത് വെക്കുക. റെഫേഴ്സ് ടു സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഫോർ ദ പെർഫോമൻസ്. ഇലമെന്റ്സ് എന്ന് പറഞ്ഞ എന്താണ്? ഈ ഓരോ സ്റ്റാൻഡേർഡിന്റെ കീഴിൽ വരുന്ന ഘടകങ്ങളാണ്. അത് വന്നിട്ട് ആ ഒരു പെർഫോമൻസ് ഒബ്സർവ് ചെയ്യാൻ, നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അളവ് പോലെ കേട്ടോ. അതാണ് ഇലമെന്റ്സ് എന്ന് പറയുന്നത്. ഈ 651 ഒബ്ജക്റ്റീവ് ഇലമെന്റ്സിന് നമ്മൾ 4ആയിട്ട് കാറ്റഗറൈസ് ചെയ്തു. 102 ഘടകങ്ങൾ ഉൾപ്പെടുന്ന 4 കാറ്റഗറി. എന്താണ്? ഓരോ മൂല്യനിർണ്ണയ സമയത്തും നിർബന്ധമായിട്ട് വിലയിരുത്തേണ്ടത്. കമ്മിറ്റ്മെന്റ് കാറ്റഗറിക്കകത്ത് 459. അത് അന്തിമ മൂല്യനിർണ്ണയ സമയത്ത് വിലയിരുത്തേണ്ട ഘടകങ്ങളാണ് 459 കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ പെടുത്തിയേക്കുന്നത്. പിന്നെ 60 നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? അച്ചീവ്മെന്റ് കാറ്റഗറി. അത് നിരീക്ഷണ മൂല്യനിർണ്ണയ സമയത്ത് വിലയിരുത്തേണ്ട 60 ഘടകങ്ങൾ ഉൾപ്പെടുന്നതാണ് അച്ചീവ്മെന്റ് കാറ്റഗറി. 30 ഘടകങ്ങൾ അത് എന്താണ്? എക്സലൻസ് കാറ്റഗറിക്കകത്താണ്. പുനരക്രഡിറ്റേഷൻ സമയത്ത് നമ്മൾ നോക്കേണ്ട 30 ഘടകങ്ങളാണ് എക്സലൻസ് കാറ്റഗറിക്കകത്ത് വരുന്നത്. അതൊക്കെ പഠിച്ചു വെക്കാം കേട്ടോ. പിന്നെ NABH സ്റ്റാൻഡേർഡ്സ് 2 എണ്ണം. രോഗിയുമായിട്ട് ബന്ധപ്പെട്ടത് AAC, COP, MOM, PRE, HIC കേട്ടോ. ഫുൾ ഫോം പഠിച്ചു വെക്കാം. ഏതുമായിട്ട് റിലേറ്റഡ് ആണെന്ന് പഠിച്ചു വെക്കാം. ഓർഗനൈസേഷൻ ആണെങ്കിൽ PSQ, ROM, FMS, HRM, IMS കേട്ടോ. NABH ഡോക്യുമെന്റേഷൻ എന്തൊക്കെ വേണം? ആദ്യം മാനുവൽസ്. എന്തുമായിട്ട് ബന്ധപ്പെട്ട മാനുവൽസ് ആണ്? ക്വാളിറ്റി, സേഫ്റ്റി, ഇൻഫെക്ഷൻ കൺട്രോൾ. ക്വാളിറ്റി, സേഫ്റ്റി, ഇൻഫെക്ഷൻ കൺട്രോൾ. ഇത് 3മായിട്ടുള്ള മാനുവലുകൾ ഓരോ വർഷം പരിഷ്കരിക്കാൻ വേണം, അസസ് ചെയ്യണം കേട്ടോ, വിലയിരുത്തണം. പിന്നെ കമ്മിറ്റി, 8 കമ്മിറ്റികൾ അതിന് പറഞ്ഞു. കോഡ് ബ്ലൂ കമ്മിറ്റി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ പറഞ്ഞത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ്. അതിനകത്ത് 6 പോയിന്റ് പറഞ്ഞു കേട്ടോ. ഒന്ന്, ഇൻപേഷ്യൻസിലുള്ള പ്രാഥമിക വിലയിരുത്തലിന് എടുത്ത സമയം, ഡിസ്ചാർജിന് എടുത്തിട്ടുള്ള സമയം, അഡ്മിഷന് ശേഷം പ്രഷർ അൾസേഴ്സ് വന്നിട്ടുള്ള കേസുകളുടെ എണ്ണം, പിന്നെ ഓരോ 1000 അന്വേഷണത്തിനും വന്നിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എററുകളുടെ എണ്ണം, മോക്ക് ഡ്രിൽസിനകത്ത് വാരിയേഷൻ കാണിക്കുന്നതിന്റെ എണ്ണം കേട്ടോ, ഡീവിയേഷൻസ്. ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. മാം, ഞാൻ ഒരാഴ്ചയായിട്ട് ക്ലാസ് കയറിയിട്ടില്ലായിരുന്നേ. അപ്പോ മാം, ഞാൻ ഒരാഴ്ചയായിട്ട് ക്ലാസ് കയറിയിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പൊ മോളൊരു കാര്യം ചെയ്യ്, റെക്കോർഡഡ് ക്ലാസ് കാണാനോ കേട്ടോ. ഗൂഗിളിനകത്ത്, ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് കിട്ടിയില്ലേ? അത് കാണാം കേട്ടോ. ഓക്കെ, ശരി, അത് കണ്ടാൽ മതി കേട്ടോ. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഫൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.